നിത്യസ്നേഹം എന്നെയും തേടി വന്നു. നിത്യമാം സൗഭാഗ്യം തന്നുവല്ലോ. ഹീനനെന്നെ മെനഞ്ഞല്ലോ കർത്താവിനാ. മാനപാത്രവുമാ ഹീനനെന്നെ മെനഞ്ഞല്ലോ കർത്താവിനാ. മാനപാത്രവുമാ സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ. ഞാനോ കുറയണമേ. സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ. ഞാനോ കുറയണമേ. ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകിയിടുന്ന ദൈവസ്നേഹത്തിൻ വൻ കൃപയെ ഒഴുകി ഒഴുകി അടിയനിൽ പെരുകേണമേ. സ്നേഹസാഗരമാ ഒഴുകി ഒഴുകി അടിയനിൽ പെരുകേണമേ. സ്നേഹസാഗരമാ സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ. ഞാനോ കുറയണമേ. സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേ. ഞാനോ കുറയണമേ. ഹല്ലേലൂയ. സ്നേഹമായ ദൈവം അവിടുത്തെ സ്നേഹത്തെ പ്രദർശിപ്പിച്ചത് ക്രൂശിലാണ്. ആ ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകുന്ന രക്തത്തിലൂടെ നാം കാണുന്നത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രദർശനമാണ്. ആ നിത്യസ്നേഹം എന്നെ തേടി വന്നതുകൊണ്ട് നിത്യമരണത്തിലായിരുന്ന എന്നെ നിത്യജീവനിലേക്ക് അവിടുന്ന് കൈപിടിച്ചുയർത്തി. ഹല്ലേലൂയ. ആ സ്നേഹത്തിൽ നിറഞ്ഞ് ദൈവത്തെ സ്തുതിപ്പാൻ, അവനെ ആരാധിപ്പാൻ, അവനെ മഹത്വപ്പെടുത്തുവാൻ രാവിലെ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു. അങ്ങ് ഞങ്ങളെ വീണ്ടെടുപ്പാൻ ഞങ്ങളുടെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. പുത്രന്റെ രക്തത്താൽ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി ഞങ്ങളുടെ സ്വന്തമാക്കിയതിനായി സ്തോത്രം. ആ പദവിയോടുകൂടെ ഞങ്ങളുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്ന കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം ഇവിടെ ഉള്ളതുകൊണ്ട് നന്ദി പറയുന്നു. ഞങ്ങളിവിടെ കഴിക്കുന്ന സ്തോത്രങ്ങൾ, സ്തുതികൾ എല്ലാം അങ്ങേക്ക് പ്രസാദകരമായി തീരുവാൻ, സ്വീകാര്യമായി തീരുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന കർത്താവേ, ഞങ്ങൾ ഏതുമല്ല കർത്താവേ, അങ്ങയുടെ കൃപയാണ് ഞങ്ങൾ നിലനിൽക്കുന്നതെന്ന് ഏറ്റുപറയുന്നു. അങ്ങ് ഞങ്ങളെ നിർത്തിയതാണെന്ന് ഏറ്റുപറയുന്നു. ഓരോ ദിവസവും നടത്തുന്നതാണെന്ന് ഏറ്റുപറയുന്നു. അങ്ങയുടെ കരുണയുടെ മറവിൽ ഞങ്ങളെ നടത്തുന്നതാണെന്ന് ഏറ്റുപറയുന്നു. അങ്ങയുടെ കൈകളിൽ ഞങ്ങളെ വഹിക്കുന്നതാണെന്ന് ഏറ്റുപറയുന്നു കർത്താവേ. രാവിലെ അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ ഞങ്ങളെ സഹായിക്കണം. പാട്ടുകൾ പാടി അങ്ങേ സ്തുതിപ്പാൻ, സങ്കീർത്തനത്തിലൂടെ ഞങ്ങളുടെ വചനത്തിലൂടെ ചിന്തിപ്പാൻ കർത്താവേ, അങ്ങയുടെ വചനത്തിലൂടെ ചിന്തിപ്പാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണം. കടന്നു വരാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ കൂട്ടി വരുത്തുമാറാകണം. ഞങ്ങളുടെ ദാസന്മാരെ അഭിഷേകത്തോടെ ഞങ്ങളുടെ മധ്യത്തിൽ ഉപയോഗിക്കുമാറാകണം. ആരെങ്കിലും ശാരീരിക അസ്വസ്ഥകളാൽ ഭാരപ്പെട്ട് ഭവനത്തിലായിരിക്കുന്നുവെങ്കിൽ അങ്ങയുടെ വചനത്തിന് ശക്തി അവരുടെ ശരീരത്തിന്മേൽ അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം വചനം അയച്ച് അവരെ സൗഖ്യമാക്കുമാറാകണമേ എന്ന് കൽപ്പിക്കുന്നു. കർത്താവേ, പ്രകാരം നാട്ടിലായിരിക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. വിധനയിൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിച്ചാട്ട് കർത്താവിന്റെ നാമം മാത്രം ഇവിടെ ഉയർന്നിരിക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ സ്വാതന്ത്ര്യത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വരുവാൻ ഒരവസരം കൂടി കർത്താവ് തന്നല്ലോ. ഒരിക്കൽ കൂടെ പൂർണ്ണ ശക്തിയോടെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, സൂമിലായിരിക്കുന്ന ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും ഈ സഭാഹോളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ദൈവദാസന്മാർക്കും വന്ദനത്തെ അറിയിക്കുന്നു. ഒരുമിച്ച് ദൈവസന്നിധിയിൽ നമുക്ക് കടന്നു വരുവാൻ ഒരു ഭാഗ്യം കൂടെ, ഒരു അവസരം കൂടെ കർത്താവ് തന്നല്ലോ. ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് ഒരു സങ്കീർത്തന ഭാഗം വായിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. 103-ാം സങ്കീർത്തനം.
103 സങ്കീർത്തനം വാക്യപ്രതി വാക്യമായി വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. Psalm number 103. Let's read it responsibly and the last 2 verses together. അവസാനത്തെ 2 വാക്യം ചേർന്ന് വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. നിന്റെ യൗവനം കഴുകനെ പോലെ പുതിയൊരത്തക്കോണം അവൻ നിന്റെ വായ്ക്ക് നന്മകൾ കൊണ്ട് തൃപ്തി വരുത്തുന്നു. അവൻ തന്റെ വഴികളെ മോശയും തന്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. അവൻ എല്ലായ്പ്പോഴും ഭർഷിക്കുകയില്ല, എന്നേക്കും കോപം സംഗ്രഹിക്കുകയും ഇല്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെയാകുന്നു, വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു. യഹോവയുടെ ദയ എന്നും എന്നേക്കും അവന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. യഹോവ തന്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. അവസാനത്തെ 2 വാക്യം ചേർന്ന് വായിച്ചു കർത്താവിനെ മഹത്വപ്പെടുത്താം. അവന്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി അവന്റെ സകല സൈന്യങ്ങളുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവീൻ. അവന്റെ ആധിപത്യത്തിലുള്ള സകല സ്ഥലങ്ങളിലുമുള്ള അവന്റെ സകല പ്രവൃത്തികളുമേ യഹോവയെ വാഴ്ത്തുവീൻ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന്റെ അനുഭവം ആദ്യം മുതൽ അവസാനം വരെ പറഞ്ഞിരിക്കുന്നതിൽ 7-ാം വാക്യം മുതലുള്ള കാര്യം നാം വായിക്കുകയാണെങ്കിൽ, അവൻ തന്റെ വഴികളെ മോശയും തന്റെ പ്രവൃത്തികൾ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയും ഉള്ളവൻ തന്നെ. 10-ാം വാക്യം, നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നുമില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയമസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവ തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അടുത്ത വാക്യം, അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നു, നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. നാം നിന്നതല്ല, അവൻ നമ്മെ നിർത്തിയതാണ്, അവിടുന്ന് നമ്മെ കൊണ്ടുവന്നതാണ്. നമ്മുടെ പ്രകൃതി അറിയാവുന്നവൻ, നമ്മുടെ ബലഹീനതകൾ അറിയാവുന്നവൻ, നമ്മെ ആകത്തുക അറിയാവുന്നവൻ. ഹല്ലേലൂയ. അവൻ നമ്മെ നിർത്തിയതാ. രാവിലെ കരുണയോട് അവിടുത്തെ കരങ്ങളിൽ വഹിച്ച് നമ്മെ അവൻ്റെ സന്നിധിയിലേക്ക് കൂട്ടിവരുത്തിയെങ്കിൽ അവിടുന്ന് നമ്മിൽ പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് അറിയാമോ? അവിടുത്തെ നാമത്തെ ഉയർത്തുക, അവിടുത്തെ നാമത്തെ വാഴ്ത്തുക. പാട്ടുകളിലൂടെ, സ്തുതികളിലൂടെ, സ്തോത്രങ്ങളിലൂടെ, ഹൃദയത്തിൽ നിന്ന് ഉയർന്ന ആമേൻ അന്യഭാഷകളിലൂടെ ദൈവത്തെ സ്തുതിക്കുക, അവൻ്റെ നാമത്തെ വാഴ്ത്തുക. അതിനാണല്ലോ നാം ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ ചില ഗാനങ്ങൾ പാടി കർത്താവിനെ നമുക്ക് വാഴ്ത്താം. ഹല്ലേലൂയ. വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ, വൻ കൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ. എന്നെ ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനെ ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ. ഹല്ലേലൂയ. ചില ഗാനങ്ങൾ പാടി കർത്താവിനെ നമുക്ക് വാഴ്ത്താം. സ്തോത്രം. വൻ കൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ, 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 വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനേ വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത
ഹല്ലേലൂയ. വാഴ്ത്തുന്നേ, ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനേ, ആത്മശക്തി പകർന്നും അഭിഷേകം നൽകിയും സുവിശേഷം ഘോഷിപ്പാൻ എന്നെ യോഗ്യനാക്കിയോ. ആത്മശക്തി പകർന്നും അഭിഷേകം നൽകിയും സുവിശേഷം ഘോഷിപ്പാൻ എന്നെ യോഗ്യനാക്കിയോ. വൻകൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ. ഹല്ലേലൂയ. വൻകൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ. വൻകൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നു. നിങ്ങളുടെ കൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നു. വൻകൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ. വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ, ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനേ. വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ, ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനേ. വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ഞങ്ങളെ വാഴ്ത്തുന്ന കർത്താവേ, ഞങ്ങളുടെ ജീവൻ നൽകി വീണ്ടെടുത്തതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. മരുഭൂ സമാനമായിരുന്ന ഞങ്ങളുടെ ജീവിതത്തെ ഫലപ്രദമാക്കി തീർത്തതിനായി നന്ദി പറയുന്നു. അങ്ങനെ ആത്മനദി ഞങ്ങളുടെ മേൽ ഒഴുകുന്നതിനായി നന്ദി പറയുന്നു. അങ്ങനെ വചനത്താൽ ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുക നന്ദി പറയുന്നു. നിത്യജീവന്റെ ഉറപ്പ് ഞങ്ങളുടെ ഉള്ളിൽ നൽകിയതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനേ. വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ, ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനേ. Hallelujah, we praise you Lord, we love you Lord, we thank you Lord, we worship you. ഞങ്ങളെ ആരാധിക്കുന്ന ഞങ്ങളുടെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു. വൻ കൃപയ്ക്കായി, വൻ കൃപയ്ക്കായി, വൻ കൃപയ്ക്കായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. അങ്ങയുടെ കൃപ, അങ്ങയുടെ കൃപ, അങ്ങയുടെ കൃപ, അങ്ങയുടെ കൃപ, അങ്ങയുടെ കൃപയൊന്നു മാത്രം. ഹല്ലേലൂയ. അങ്ങയുടെ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. ഹല്ലേലൂയ. ഒരു ഗാനങ്ങളുടെ പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. അടവി തരുക്കളിനിടയിൽ ഒരു താരകമെന്നവണ്ണം, അടവി തരുക്കളിനിടയിൽ ഒരു താരകമെന്നവണ്ണം, വിശുദ്ധരിൻ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനമേശുവിനെ. വിശുദ്ധരിൻ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനമേശുവിനെ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ,
ഹല്ലേലൂയ ഹല്ലേലൂയ. We praise you, Lord. അങ്ങ് ഞങ്ങളെ രക്ഷിച്ചതിനായി നന്ദി പറയുന്നു. ഞങ്ങളെ വീണ്ടെടുത്തതിനായി നന്ദി പറയുന്നു. ഞങ്ങളുടെ പുത്രനിലൂടെ ഞങ്ങളെ സ്വന്തമാക്കിയതിനായി നന്ദി പറയുന്നു. രക്തത്താൽ ഞങ്ങളെ വിലക്കുവാക്കിയതിനായി നന്ദി പറയുന്നു. ഞങ്ങളെ സ്വതന്ത്രരാക്കിയതിനായി ഞങ്ങളെ നന്ദി പറയുന്നു. കർത്താവേ, വാഴ്ത്തുമേ എൻ്റെ പ്രിയനെ. ജീവകാലമൊക്കെ ഈ മരുഭൂയാത്രയിൽ നന്ദിയോടെ ഞാൻ അങ്ങയെ സ്തുതിക്കും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിശുദ്ധരിൽ അതിവിശുദ്ധനായവൻ, സൗന്ദര്യ സമ്പൂർണനായവൻ, പരിശുദ്ധനായവൻ, അവിടുത്തെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. അവിടുത്തെ നമുക്ക് വാഴ്ത്താം, അവിടുത്തെ നാമത്തെ നമുക്ക് ഉയർത്താം. ഹല്ലേലൂയ. Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. അത് നമ്മുടെ തീരുമാനമാകട്ടെ. എന്റെ പ്രിയനെ, ഞാൻ ജീവകാലമെല്ലാം ഈ മരുഭൂയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. കാരണം അവൻ എന്നെ രക്ഷിച്ചു, അവൻ എന്നെ വീണ്ടെടുത്തു, അവൻ എന്നെ തന്നെ സ്വന്തമാക്കി, അവന്റെ ആത്മാവിനെ എന്റെ ഉള്ളിലാക്കി നിത്യതയുടെ ഉറപ്പിൽ എന്നെ നടത്തുന്നതോർത്ത് ഞാൻ അവനെ വാഴ്ത്തും, ഞാൻ അവനെ സ്തുതിക്കും. ഹല്ലേലൂയ. നാം നമ്മെ തന്നെ സമർപ്പിച്ച് നാം പ്രാർത്ഥനയോടെ സമർപ്പണത്തോടെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയ ബിനോജ് ബ്രദർ തുടർന്നുള്ള ശുശ്രൂഷ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. താങ്ക് യു ലോർഡ്. Hallelujah, 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 hallelujah. Yes, Lord. ആമേൻ. എല്ലാവർക്കും കർത്താവിൻ്റെ സന്നിധിയിലിരിക്കുക. നാം പാടിയതുപോലെ വൻ കൃപയ്ക്കായി ഞാൻ അങ്ങയെ വാഴ്ത്തുന്നു, വൻ കൃപയ്ക്കായി ഞാൻ അങ്ങയെ വാഴ്ത്തുന്നു. ഹല്ലേലൂയ. ഈ നല്ല ദിവസം കാണുവാൻ കർത്താവ് നമ്മെ അനുവദിച്ചതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവദാസന്മാർക്കും സൂമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും വന്ദനത്തെ അറിയിക്കുന്നു. Now is the time for our youngsters to come forward and say their memory verses. Lifted up, he defeated the grave, raised to life, our God is able. In his name we overcome, for the Lord our God is able. Lifted up, he defeated the grave, raised to life, our God is able. In his name we overcome, for the Lord our God is able. Galatians 6 verses 9 through 10. And let us not grow weary of doing good, for we shall reap if we do not lose heart. Therefore, as we have an opportunity to do good to all, especially to those who are in the household of faith. Galatians 6 verse 9 and 10. And let us not grow weary while doing good, for in due season we shall reap if we do not lose heart. Therefore, as we have opportunity, let us do good to all, especially to those who are of the household of faith.
Galatians 6 verse 9 through 10. Let us not be weary while doing good, for in due season we shall reap if we do not lose heart. Therefore, as we have opportunity, let us do good to all, especially to those who are the household of faith. In the beginning, God created heaven and earth. To rest in the Lord with all your hearts, and lean not on your own understanding. In all your ways submit to Him, and He will make your path straight. Galatians 6 verse 9 and 10. Let us not grow weary but while doing good, for in due season we shall reap if we do not lose heart. Therefore, as we have opportunity, let us do good to all, especially to those who are in our household of faith. Galatians 6 verses 9 and 10. And let us not grow weary while doing good. For in due season we shall reap if we do not lose heart. Therefore, as we have the opportunity, let us do good to all, especially to those who are of the household of faith. 1 Peter 2, verse 15 and 16. For it is God's will that by doing good you should silence the ignorant talk of foolish people. Live as free people, but do not use your freedom as a cover-up for evil. Live as God's slaves. Galatians 6, 9 to 10. And let us not be weary, and let us not grow weary of doing good while we're doing good. For in due season we shall reap if we do not lose heart. Therefore, as we have opportunity, let us do good to all, especially those who are of the household of faith. The Lord is gracious and compassionate. He is slow to anger and rich in love. The Lord is good to all. He has compassion on all He has made. Psalms 145 verse 8 and 9. Romans chapter 6 verse 5. For if we have become united with Him in the likeness of His death, certainly we shall also be in the likeness of His resurrection. Psalms 145 verse 8 and 9. The Lord is gracious and full of compassion, slow to anger, and great in mercy. The Lord is good, and His tender mercies are over all His works. 1 Peter 2 verses 15 and 16. For it is God's will that by doing good we should silence the ignorant talk of foolish people. Live as free people, but do not use your freedom as a cover-up for evil. Live as God's slaves. നമുക്ക് കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. അവർ പറഞ്ഞ വചനം, അതിൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നു. ആ ശക്തി തന്നെ അവരെ കാക്കട്ടെ, അവരെ രൂപാന്തരപ്പെടുത്തട്ടെ. കർത്താവിനോടുള്ള അനുരൂപതയിലേക്ക് അവരോരോ ദിവസവും അവർ നടന്നെടുക്കട്ടെ. കർത്താവിൻ്റെ സാക്ഷികളായി തീരട്ടെ. ഭവനങ്ങൾക്കും ചുറ്റുപാടുകൾക്കും സമൂഹത്തിനും അവർ പഠിക്കുന്ന സ്ഥാപനങ്ങൾക്കും ദൈവസഭയ്ക്കും ദൈവരാജ്യത്തിനും ഒരു അനുഗ്രഹമായി തീരേണ്ടതിന് ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് സ്തോത്രം ചെയ്തൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ മധ്യത്തിൽ പരമാർത്ഥ സാക്ഷികളായി കർത്താവിനെ യഥാർത്ഥത്തിൽ സാക്ഷിക്കുന്നവരായി തീരുവാൻ
കർത്താവ് ഇടയാക്കണവരോട് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ ബെറ്റ്സൽ ബ്രദർ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. യെസ് ലോർഡ്. സ്തോത്രം. Yes, Lord. Hallelujah. Thank you, Lord. Yes, Lord. Yes, Lord. സഹായിക്കണമേ. Yes, Lord. ആമേൻ. കർത്താവിന്റെ പ്രാർത്ഥന കേട്ടതിനായി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനത്തെ അറിയിക്കുന്നു. സൂമിലായിരിക്കുന്ന ദൈവദാസന്മാർക്കായി ദൈവമക്കൾക്കായി സ്തോത്രം. ഡാളസിൽ നമ്മുടെ അങ്കിളും ആൻറ്റിയും ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അമ്മണി ആൻറ്റി ജോയിൻ ചെയ്തിരിക്കുന്നു. പാപ്പച്ചൻ പാസ്റ്ററും ആൻറ്റിയും ഇന്ന് കടന്നു വന്നിട്ടില്ല, സൂമിൽ ജോയിൻ ചെയ്തിരിക്കുന്നു. അക്കമാമ ജോയിൻ ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. കഴിഞ്ഞ ദിവസം നാം പ്രാർത്ഥിച്ചതുപോലെ പ്രിയപ്പെട്ടതായ കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ്, ഞങ്ങളുടെ തിരുവെഴുത്തിന് മുമ്പിൽ ഞങ്ങളായിരിക്കുമ്പോൾ അങ്ങ് ഞങ്ങളോട് ഹൃദ്യമായി സംസാരിക്കണമേ. ആ തിരുവെഴുത്ത് ഏതാത്മാനാൽ എഴുതിയോ അതേ ആത്മാ വെളിവിനിലൂടെ ഞങ്ങളുടെ ജനത്തോട് സംസാരിച്ചാട്ട് അതിന് മുമ്പിൽ സമർപ്പിതരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ നാമത്തെ മാത്രം ഇവിടെ ഉയർത്തണം. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. തെസ്സലോനിക്കയ്ക്കുള്ള ഒന്നാം ലേഖനം, 1 Thessalonians chapter 1 verses from 4 to 10. 1 Thessalonians chapter 1 verses from 4 to 10. Amen. Amen. ആമേൻ. ഈ അനുഗ്രഹപ്പെട്ട ദൈവവചന പാവത്തിനായി കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു. തെസ്സലോനിക്ക ലേഖനം ഒരു അനുഗ്രഹിക്കപ്പെട്ട ലേഖനമാണ്. അതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. നാം 2 മാസം മുമ്പെയുള്ള ഫാസ്റ്റിംഗ് പ്രയറിൽ ഇതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ധ്യാനിക്കുവാൻ ശ്രമിച്ചിരുന്നു. അതിൽ ഒരു കാര്യം മാത്രമേ അന്ന് പറയുവാൻ സമയമെടുത്തുള്ളൂ. പൗലോസ് തൻ്റെ 2ാം മിഷണറി യാത്രയിൽ ഫിലിപ്പിയിൽ നിന്നും ഏകദേശം 160ഓളം കിലോമീറ്റർ യാത്ര ചെയ്ത് തെസ്സലോനിക്കയിൽ എത്തി. അത് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോസ്തല പ്രവൃത്തി 16 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിൽ നമുക്ക് ആ ചരിത്രം കാണാൻ സാധിക്കും. 17-ൻ്റെ 1 മുതൽ 4 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതൊന്ന് പെട്ടെന്ന് വായിക്കുമ്പോൾ 17-1. അവർ അംഫിപ്പൊലിസിലും ഫിലിപ്പിൽ നിന്ന് അംഫിപ്പൊലിസിൽ നിന്ന് അപ്പൊലോണിയ എന്നീ സ്ഥലങ്ങൾ വഴി തെസ്സലോനിക്കയിലെത്തി. ആ യാത്രയുടെ ദൈർഘ്യമാണ് ഞാൻ 160 കിലോമീറ്റർ എന്ന് പറഞ്ഞത്. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഒരു പതിവ് പോലെ ഒരു സിനഗോഗിൽ അപ്പോസ്തലനായ പൗലോസ് പ്രസംഗിക്കുന്നു. അനേകർ ദൈവഭാഗത്തേക്ക് വരുന്നു. യഹൂദന്മാർ പക്ഷെങ്കിൽ എന്ത് ചെയ്തു? ജനത്തെ ഇളക്കി. അസൂയ പൂണ്ട് മെനക്കെട്ട് കിടക്കുന്ന യഹൂദന്മാരെ ഇളക്കി പൗലോസിനെതിരെ കലഹമുണ്ടാക്കിയപ്പോൾ പൗലോസ് പിന്നെ അവിടെ നിന്നില്ല. അവർ ബെറോവയിലേക്ക് പോയി.
അവിടുന്ന് യഹൂദന്മാർ അവിടെയും പ്രശ്നം സൃഷ്ടിച്ചപ്പോൾ പൗലോസ് ശീലാസിനെയും തിമത്തിയോസിനെയും അവിടെ ആക്കിയിട്ട് അഥേനയിലേക്ക് പോയി. ശീലാസും തിമത്തിയോസും അഥേനയിൽ നിന്ന് വന്നപ്പോൾ തിമത്തിയോസിനെ പൗലോസ് തെസലോനിക്കയ്ക്ക് അയച്ചു, ശീലാസിനെ ഫിലിപ്പിക്ക് അയച്ചു, കൊരിന്തിലേക്ക് പൗലോസ് പോവുകയും ചെയ്തു. സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിലുള്ള മോഡലിംഗ് അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തിലൂടെ നാം കാണുവാൻ ശ്രമിച്ചാൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിലാണ് ആ കാലത്ത് ദൈവത്തിൻ്റെ ദാസൻ സുവിശേഷത്തോടുള്ള ബന്ധത്തിലുള്ള യാത്രകൾ ചെയ്തത്. നമ്മളിപ്പോൾ പറഞ്ഞ 160 കിലോമീറ്റർ നമ്മൾ കണ്ണടച്ച് തുറക്കും മുമ്പേ നമ്മൾ സഞ്ചരിക്കും. പക്ഷേ അന്ന് സഞ്ചരിക്കുന്നത് അത്രയും കിലോമീറ്റർ ആ ഈസി ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നില്ല. അപ്പോൾ പൗലോസ് കൊരിന്തിലായിരിക്കുന്ന സമയത്ത് തിമത്തിയോസിനെ കൊരിന്തിൽ നിന്ന് മടങ്ങിയെത്തി തെസലോനിക്കർ കുറിച്ചുള്ള ഒരു റിസൾട്ട്, ഒരു വാർത്ത തിമത്തിയോസ് പൗലോസിനോട് പറഞ്ഞപ്പോൾ ആ തെസലോനിക്കയിലുള്ള വിശ്വാസികളെ ശ്ലാഘിച്ചുകൊണ്ട് ദൈവദാസൻ എഴുതിയ ലേഖനമാണ് തെസലോനിക്ക ലേഖനം. ഈ വെളിപ്പാട് പുസ്തകത്തിൽ ഒരു സഭയെ പ്രത്യേകിച്ച് കർത്താവ് എടുത്തു പറഞ്ഞ് അവരുടെ കുറ്റം പറയാതെ ഉള്ള ഒരു കുറ്റം പറയാത്ത ഒരു സഭയുണ്ട്. ആ സഭ അത് ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല, അപ്പം നിങ്ങൾ പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ കുറ്റം പറയാത്ത ഒരു സഭയുണ്ട്. അപ്പോൾ ആ സഭ സ്മുർന്ന സഭയാണോ? ചിലർ ഫിലദൽഫിയ പറഞ്ഞു, രണ്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ 2 സഭകളുണ്ട്. അപ്പോൾ ആ സഭകളെ പോലെ ഒരു അനുഗ്രഹപ്പെട്ട സഭയാണ് തെസലോനിക്ക സഭ. ഇവിടെ അവരെ ശ്ലാഘിച്ചുകൊണ്ട്, അവരെ എൻകറേജ് ചെയ്തുകൊണ്ട്, അവരെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് എഴുതുന്ന ഒരു ലേഖനമാണ് തെസലോനിക്ക ലേഖനം. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ധ്യാനിച്ചതായതുകൊണ്ട് 4-ാം വാക്യം മുതൽ നമ്മൾ ഇന്ന് ധ്യാനിക്കുമ്പോൾ 1 മുതൽ 3 വരെയുള്ള ആ വാക്യങ്ങൾ, അല്ലെങ്കിൽ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് അവരുടെ ഇപ്പോഴത്തെ ആത്മീക നിലവാരമാണ്. Verses 1 to 4 he talks about the present spiritual condition of the believers at Thessalonica. എന്നാൽ 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ അവർ ദൈവവചനം കേട്ട് മാനസാന്തരപ്പെട്ട് രൂപാന്തരപ്പെട്ട് ദൈവഭാഗത്തേക്ക് വന്നപ്പോൾ അത് പുറപ്പെടുവിച്ച ഫലങ്ങൾ, ദ ഫ്രൂട്ട് ഓഫ് റിപ്പൻറ്റൻസ്. അതാണ് 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം അവരെ തെരഞ്ഞെടുത്തു. ആ തെരഞ്ഞെടുപ്പിനോടുള്ള ബന്ധത്തിൽ, ആ സുവിശേഷ വിളിയോടുള്ള ബന്ധത്തിൽ 2-ാം വാക്യത്തിൽ പറയുന്നത് അവരുടെ വിശ്വാസത്തിൻ്റെ വേല, സ്നേഹത്തിൻ്റെ പ്രയത്നം, യേശു ക്രിസ്തുവിലുള്ള അവരുടെ പ്രത്യാശ, ഈ 3 കാര്യങ്ങൾ വ്യക്തമായിട്ട് 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അതെല്ലാം വിശദീകരിക്കേണ്ടതാണ്, പക്ഷേ മറ്റൊരു സമയത്ത് അത് വിശദീകരിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇതെല്ലാം ഓർത്ത് പൗലോസ് ദൈവത്തെ സ്തുതിക്കുക. ദൈവമേ, അന്ന് 17-ൽ, അതായത് അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായത്തിലാണ് ഇവരാദ്യമായി സുവിശേഷം കേൾക്കുന്നത് പൗലോസിലൂടെ. ആ കേട്ടപ്പോൾ ചിലർ മാനസാന്തരപ്പെട്ട് ദൈവഭാഗത്തേക്ക് വന്നു. പിൽക്കാലത്ത് കുറേ വർഷം കഴിഞ്ഞപ്പോഴത്തേന് അവിടെ അനുഗ്രഹിക്കപ്പെട്ടൊരു സഭ ഉടലെടുത്തു. അവരെക്കുറിച്ചുള്ള കേൾവി കേട്ടിട്ട് അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ചെയ്യുന്നത്. നമ്മളെ ഓർക്കുമ്പോൾ ദൈവദാസന്മാർക്ക്, ദൈവമക്കൾക്ക് സ്തുതിക്കുവാനായി, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായി രൂപാന്തരത്തിൻ്റെ, മാനസാന്തരത്തിൻ്റെ ഫലം നമ്മിൽ നിന്നും പുറപ്പെടുവിക്കുന്നുണ്ടോ എന്നുള്ളത് ഈ ഭാഗം ചിന്തിക്കുമ്പോൾ നാം നമ്മെ തന്നെ വിചിന്തനം ചെയ്യേണ്ടത് ആവശ്യമാണ്. അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങളെ വിളിച്ച വിളിക്കനുസരിച്ച് നിങ്ങൾ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി, വിശ്വാസത്തിൻ്റെ വേല, സ്നേഹത്തിൻ്റെ പ്രവൃത്തി, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള നിങ്ങളുടെ പ്രത്യാശയുടെ സ്ഥിരത, ഇതെല്ലാം ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. മാത്രമല്ല, ഇവിടെ നാം ചിന്തിക്കുമ്പോൾ ഇത് ഓണല്ലേ? ഓക്കെ. 2-ാമത്തെ കാര്യം അവിടെ പറയുന്നത് ഇവർ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരാണ്. 4-ാം വാക്യത്തിൽ കാണാം. മലയാളത്തിൽ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ നിങ്ങൾ അറിയുന്നുവല്ലോ എന്നാണ് പറയുന്നത്. പക്ഷേ ഇംഗ്ലീഷിൽ നോക്കിയാൽ അതിൻ്റെ ആ വചനത്തിൻ്റെ ഘടന വ്യത്യാസമാണ്. ഇവർക്കറിയാം എന്നതിനേക്കാൾ പൗലോസിന്
ഇവർ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന് അറിയാം എന്ന് പറഞ്ഞാണ് ദൈവത്തെ സ്തുതിക്കുന്നത്. ഇംഗ്ലീഷിൽ അത് വായിച്ചു നോക്കും, മനസ്സിലാവും. പൗലോസ് ദൈവത്തെ സ്തുതിക്കുമ്പോൾ സ്തുതിക്കുന്ന 3-4 കാര്യങ്ങൾ. 1, ഇവരെ ദൈവം വിളിച്ചു എന്നുള്ളതാണ്. 2, ഇവരുടെ വിശ്വാസത്തിൻ്റെ വേലയെക്കുറിച്ചാണ്. 3, ഇവർ ദൈവത്തോടുള്ള സ്നേഹത്തിൽ ചെയ്യുന്ന പ്രയത്നങ്ങളെക്കുറിച്ചാണ്. 4, ഇവർ കേട്ട സുവിശേഷത്തിനനുസരിച്ച് ഇവർക്കൊരു പ്രത്യാശയുണ്ട്, ആ പ്രത്യാശയെക്കുറിച്ചാണ്. അൾട്ടിമേറ്റ്ലി ദൈവത്തെ സ്തുതിക്കുന്നത് നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തല്ലോ. അതാണ് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പൗലോസ് ദൈവത്തെ സ്തുതിക്കുമ്പോൾ സ്തുതിക്കുന്നതിന്റെ പ്രധാന കാര്യം ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തു. ഗോഡ് ഹാസ് ചോസൺ യു. അതിനെക്കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ ബിലീവേഴ്സ് ആർ ദ ഇലക്ട് ഓഫ് ഗോഡ്. വിശ്വാസികൾ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അവർ യാദൃച്ഛികമായി ദൈവസന്നിധിയിൽ കടന്നു വന്നവരല്ല. അനാദിയിൽ ക്രിസ്തുവിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ. മാത്രമല്ല, ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് പൊതുവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്, ഞാനൊരു ദൈവപൈതലാണെങ്കിൽ അത് എനിക്കും അറിയാം, ദൈവത്തിനും അറിയാം, മറ്റാർക്കും അത് അറിയാൻ പറ്റത്തില്ല എന്ന്. പക്ഷെ അങ്ങനെയല്ല. നാം യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ അത് നമുക്ക് ഒളിച്ചു വെക്കാൻ കഴിയില്ല. അത് നമുക്ക് വെളിപ്പെടുത്തിയേ പറ്റുകയുള്ളൂ. അത് വെളിപ്പെട്ട് വരിക തന്നെ ചെയ്യും. ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പല കാര്യങ്ങളിൽ ക്രൂഷ്യലായിട്ടുള്ള ഡിസിഷൻ എടുക്കേണ്ടി വരും, പ്രത്യേകിച്ചും പ്രോഫിറ്റിനോടുള്ള ബന്ധത്തിൽ. ഇത് വേണ്ട എന്ന് പറയണമെങ്കിൽ ഉള്ളിലൊരു ബോധ്യം എനിക്കുണ്ടാകണം, ഞാനൊരു ദൈവപൈതല. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഭക്തന്മാർ വേണ്ട എന്ന് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഒരു ക്രൂഷ്യലായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ വരുമ്പോൾ യോസഫ് പറയുന്നത് വേണ്ട. അതിന് കാരണം ഞാൻ ദൈവത്തിന് മുമ്പിലാണ് നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ രൂപാന്തരം പ്രാപിച്ച ഒരു വ്യക്തി ക്രൂഷ്യലായിട്ടുള്ള ഡിസിഷൻ വരുമ്പോൾ അത് വെളിപ്പെടുത്തും, അത് ഒളിച്ചു വെക്കാൻ കഴിയില്ല. ഇവിടെ അപ്പോസ്തലൻ അദ്ദേഹത്തെ ഈ പട്ടണത്തിൽ നിന്ന് ഓടിച്ചതാണ്. എന്നാൽ ദൂതുവാഹി പോയെങ്കിലും ദൂത് ദൈവത്തിൻ്റെതായതുകൊണ്ട് അതിന്മേൽ വ്യാപരിക്കുന്ന ശക്തി അവിടെയുള്ള ജനത്തെ രൂപാന്തരത്തിലേക്ക് നയിച്ചു. അവിടെ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടൊരു സഭയുണ്ട്. ആ ഫലം കണ്ടിട്ട് തിമോഥെയോസിലൂടെ കേട്ടിട്ട് അപ്പോസ്തലൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അപ്പോൾ ഒരു വിശ്വാസിയാണെങ്കിൽ ഇറ്റ് വിൽ ബി റിവീൽഡ്, അത് പുറത്തു വരും. പ്രിയ ആൻറ്റിയോട് എനിക്ക് പറയാനുള്ളത്, നാട്ടിൽ കടന്നു പോകുമ്പോഴും ധൈര്യത്തോടെ ദൈവനാമത്തിന് വേണ്ടി നിൽക്കുക. കാരണം കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ക്രിസ്തുവിനാൽ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയതാണ്. ക്രിസ്തുവിന്റെ സ്വന്തമാണ്. അവന്റെ സ്വന്തമാക്കി അവന്റെ ആത്മാവിനെ ഉള്ളിലാക്കി രൂപാന്തരത്തിലേക്ക് നയിച്ചെങ്കിൽ ഇനി നമ്മുടെ അലീജിയൻസ് ദൈവത്തോടാ. അത് ഈസി അല്ല. ഏകരായി വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്നത് ഈസി അല്ല. അതിനൊരു വില നാം മുടക്കേണ്ടി വരും. പക്ഷെ കർത്താവ് പറഞ്ഞു, ഞാൻ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഇരിക്കും. കാരണം നമുക്കിത് വെളിവാക്കിയേ പറ്റുകയുള്ളൂ. നമുക്കൊരു സ്റ്റാൻഡ് എടുത്തേ പറ്റുകയുള്ളൂ. നമുക്കൊരു തീരുമാനമെടുത്തേ പറ്റുകയുള്ളൂ. കാരണം അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങി. ഞാനിപ്പോൾ മറ്റൊരു യജമാനന്റെ ഉടമസ്ഥതയിലാണ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പൊ തെരഞ്ഞെടുപ്പിനെ അറിയുന്നല്ലോ എന്ന് മലയാളത്തിൽ കാണുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഇവർക്കറിയാമെന്ന് മാത്രമല്ല, അത് പൗലോസിനും അറിയാം ഇവരെ ദൈവം തെരഞ്ഞെടുത്തു. കാരണം അതിന്റെ ഫലം പൗലോസിന് കാണാം. മറ്റൊരു കാര്യം ഇവിടെ പറയുന്നത് ഹിസ് ചോയ്സ് ഓഫ് യു എന്നാ പറഞ്ഞേക്കുന്നത്, യുവർ ചോയ്സ് ഓഫ് ഹിം എന്നല്ല. അവൻ നമ്മെ തെരഞ്ഞെടുത്തു എന്നാ, നാം അവനെ തെരഞ്ഞെടുത്തതല്ല. സുവിശേഷങ്ങളിൽ കർത്താവ് ശിഷ്യന്മാരെ നോക്കി പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ തെരഞ്ഞു, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. അതിനകത്ത് വലിയ അർത്ഥമാണ്. മനുഷ്യന് സ്വയമായ അവന്റെ പ്രകൃതത്തിൽ ദൈവത്തെ തെരഞ്ഞെടുപ്പാൻ കഴിയുകയില്ല. അനാദിയിൽ ക്രിസ്തുവിൽ തന്റെ കരുണയിൽ കൃപയിൽ അവിടുന്ന് നമ്മെ തിരഞ്ഞെടുത്തതാണ് ഇന്ന് രാവിലെ ദൈവമക്കൾ എന്ന പദവിയോടുകൂടെ ദൈവസന്നിധിയിൽ കടന്നു വരുവാനുള്ള ഏക കാരണം. There was no other human elements in the election of us. നമ്മെ തിരഞ്ഞെടുക്കുവാൻ മറ്റൊരു ബാഹ്യമായുള്ള പ്രേരണകളും ദൈവത്തിനില്ല. അവിടുന്ന് തന്റെ തിരുഹിത പ്രകാരം തന്റെ ഇച്ഛയിൽ തന്റെ പരമാധികാരത്തിൽ അനാദിയിൽ ക്രിസ്തുവിൽ എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്തു. That election was sovereign.
അവൻ നമ്മെ തിരഞ്ഞെടുത്തത് അവൻ്റെ അധികാരത്തിലാണ്. His choice of you, not your choice of him. ഹല്ലേലൂയ. മാത്രമല്ല, അറിയുന്നുവല്ലോ എന്നുള്ള പദം അവിടെ പറഞ്ഞിരിക്കുന്നു. നോയിങ് എന്ന് പറഞ്ഞാൽ അത് കാഴ്ചയിൽ പെർസീവ് ചെയ്യാൻ പറ്റും. ദൈവ വചനത്തോടും ദൈവസന്നിധിയോടുമുള്ള പ്രേരണ, ആ ഒരു അഭിവാഞ്ച യഥാർത്ഥത്തിൽ നാം രക്ഷിക്കപ്പെട്ടതാണോ എന്ന് വെളിവാക്കുന്നതാണ്. പ്രാർത്ഥനയോടും ആത്മീക കാര്യങ്ങളോടുമുള്ള നമ്മുടെ അഭിവാഞ്ച വെളിവാക്കുന്നത് നാം യഥാർത്ഥത്തിൽ രൂപാന്തരപ്പെട്ടവരാണോ, യഥാർത്ഥത്തിൽ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ജനിച്ചിട്ടുണ്ടോ, യഥാർത്ഥത്തിൽ വചനത്താൽ രൂപാന്തരം നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ടോ. നാം എല്ലാം കുറവുള്ളവരാണ്. നമുക്ക് പലതരത്തിലുള്ള തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം. പക്ഷെ ഉള്ളിലെ അഭിവാഞ്ചന കാണുന്നത് കർത്താവാണ്. ആ അഭിവാഞ്ച ഉണ്ടെങ്കിൽ അത് നമുക്ക് ഒരു കാലത്ത് വെളിവാക്കിയേ പറ്റൂ. And it will be shown outside. നമുക്കത് ഒളിച്ചു വെക്കാൻ കഴിയില്ല. പൗലോസ് നോക്കുമ്പോൾ, these were not some religious people, these are spiritual. അവർ ഒരു മതപരമായ ഭക്തിയിൽ ഒതുങ്ങിക്കൂടുന്നവരായിരുന്നില്ല. അവർ യഥാർത്ഥത്തിൽ ആത്മീകരായിരുന്നു. There is a difference between religiosity and spirituality. Religiosity എന്ന് പറഞ്ഞാൽ എന്താ? ചില ക്രമങ്ങൾക്കനുസരിച്ച് പോകുന്നവരാ. സ്പിരിച്വാലിറ്റി ആന്തരികമായി ഉളവായി വരുന്ന ഒരു അനുഭവമാണ്. അത് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ മാത്രമേ നടക്കുകയുള്ളൂ. വി ഷുഡ് ബി സ്പിരിച്വൽ ദാൻ റിലീജിയസ്. കുറേ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതൊന്നും പറയുന്നില്ല. പക്ഷെ അതല്ല നമുക്ക് വേണ്ടി. ആന്തരികമായ രൂപാന്തരം ഉണ്ടെങ്കിൽ ബാഹ്യമായിട്ടുള്ള ആ പ്രകടനം വന്നിരിക്കും. ആത്മീയത എന്ന് പറയുന്നത് വെളിയിൽ അകത്തോട്ടല്ല, അകത്തുനിന്ന് വെളിയിലോട്ട് വരേണ്ടതാണ്. അകത്തുനിന്നുള്ള രൂപാന്തരത്തിൽ മാത്രമേ വെളിയിൽ അത് പ്രകടിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. So Paul is of the assurance that these people are the elect of God. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ. ഞാനിത് ചെറിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. ഇവിടെ ഓരോ പ്രാവശ്യം നിൽക്കുമ്പോഴും ഒരു 5 മിനിറ്റേ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ കഴിഞ്ഞുള്ളൂ എങ്കിലും എനിക്ക് ഭയമാണ്. കാരണം യു ആർ ദ ഇലക്ട് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സ്വന്തമായ ജനത്തിന് മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. So it gives me additional responsibility to handle the word as the apostles did. അപ്പോസ്തലന്മാർ ദൈവവചനം കൈകാര്യം ചെയ്തതുപോലെ ഭയത്തോടുകൂടെ മാത്രമേ നിങ്ങളുടെ മുമ്പിൽ കൈകാര്യം ചെയ്യുവാൻ എനിക്ക് കഴിയുകയുള്ളൂ. Because you are the elect of God. നിങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തമാണ്. അവൻ നിങ്ങളെ തൻ്റെ പുത്രന്റെ രക്തത്താൽ വിലക്കി വാങ്ങിയത്. നിങ്ങൾ ദൈവത്തിന് പ്രിയരാണ്. ഇവിടെ പറയുന്നുണ്ട് ബിലവഡ് ബ്രദർ എന്നാണ് പറയുന്നത്. ബിലവഡ് എന്ന് പറഞ്ഞാൽ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവർ. Believers are the recipients of God's eternal sovereign divine love. ദൈവത്തിൻ്റെ നിത്യമായ സ്നേഹത്തിൻ്റെ ഉപഭോക്താക്കളാണ് ഓരോ വിശ്വാസിയും. ആരും എന്നെ സ്നേഹിക്കുന്നില്ല, ആരും എന്നെ വിളിക്കുന്നില്ല. It doesn't matter. It doesn't matter. സർവശക്തനായ പരമാധികാരിയായ നിത്യനായ ഏകസത്യ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. മറ്റാരും വിളിച്ചില്ലെന്ന് പറഞ്ഞ് കരേണ്ട കാര്യമില്ല. You are not alone because God loves you. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. You are the recipients of his eternal divine love. നിങ്ങൾ അവൻ്റെ നിത്യമായ സ്വർഗീയമായ പരിശുദ്ധമായ സ്നേഹത്തിൻ്റെ ഉപഭോക്താക്കളാണ്. ആമേൻ. ബ്രദറൻ എന്നുള്ള വാക്ക് കണ്ടോ? ബ്രദറൻ ചർച്ചിൻ്റെ കാര്യമല്ല പറഞ്ഞേ. ബ്രദറൻ എന്നുള്ള വാക്ക് സഹോദരന്മാർ, സഹോദരങ്ങളെന്നാണ്. അത് അതിനകത്ത് ജെൻഡർ വ്യത്യാസമില്ല. ഈ ദൈവസന്നിധിയിൽ ജെൻഡർ വ്യത്യാസമില്ല കേട്ടോ. റോളിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം. അത് വചനത്തിൽ പറഞ്ഞിരിക്കുന്ന, അതൊരു പർപ്പസിന് വേണ്ടി പറഞ്ഞിരിക്കുന്ന. പക്ഷേ അല്ലാതെ യാതൊരു ജെൻഡർ വ്യത്യാസവും ദൈവസന്നിധിയില്ല. ശകനെന്നില്ല, ദാസനെന്നില്ല, കർമ്മനെന്നില്ല, വെളുമ്പനെന്നില്ല, ലാംഗ്വേജ് ബാരിയർ ഇല്ല. പക്ഷേ റോൾ വ്യത്യാസമുണ്ട്. അത് ദൈവം വച്ചിരിക്കുന്ന, അതിനൊരു പർപ്പസുണ്ട്. അത് ട്രയൂണിറ്റിയിലും കാണാം. പുത്രനാണ് നമുക്ക് വേണ്ടി മരിച്ചത്, പിതാവല്ല. റോളിന് വ്യത്യാസം. പക്ഷേ പിതാവ്, പുത്ര, പരിശുദ്ധാത്മ ഒരേ നിലയിലാണ്. അവർ സ്ഥിതി ചെയ്യുന്നത് ഒരേ നിലയിലാണ്. ദെർ ഇസ് നോ ഹൈറാർക്കി അമംഗ് ദം. പിതാവല്ല നമുക്ക് വേണ്ടി മരിച്ചത്, പുത്രനാണ് മരിച്ചത്. പുത്രനാണ് നമുക്ക് വേണ്ടി ഇൻറ്റർസീഡ് ചെയ്യുന്നത്. അപ്പോൾ റോളിൻ്റെ വ്യത്യാസം. അതിനെക്കുറിച്ചൊക്കെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷൻ്റെ തല ക്രിസ്തു, ക്രിസ്തുവിൻ്റെ തല. അതാ ഓർഡർ. ആ ഓർഡറിൽ അങ്ങ് പോയാൽ മതി. But there is no difference in front of God.
സ്ത്രീയാണെന്നോ പുരുഷനാണെന്നോ ദാസനാണെന്നോ യജമാനാണെന്നോ ബാലനാണെന്നോ യുവാവാണെന്നോ വൃദ്ധനാണെന്നോ ഒരു വ്യത്യാസവും ദൈവത്തിന് മുമ്പിലില്ല. ആമേൻ. ബ്രദറൻ, ഈ 2 അധ്യായങ്ങൾ നിങ്ങൾ 2 ലേഖനങ്ങൾ വായിക്കുമ്പോൾ 21 പ്രാവശ്യം ഭക്തന്മാരെ വിളിക്കുക, നിങ്ങൾ എൻ്റെ സഹോദരങ്ങളാണ്, നിങ്ങൾ എൻ്റെ സഹോദരങ്ങളാണ്, നിങ്ങൾ എൻ്റെ സഹോദരങ്ങൾ. ആ ഒരു 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 എന്താ അതിന് പറയാ, ആ ബോണ്ടിങ് നമുക്കുണ്ടോ? യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിയാണെങ്കിൽ, ഞാൻ ക്രിസ്തുവിൻ്റെ അനുയായിയാണെങ്കിൽ, അത്രേ ഉള്ളൂ ക്രിസ്ത്യാനി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട ദൈവപൈതലാണെങ്കിൽ വി ആർ ബ്രദർ. എനിക്കിഷ്ടമാണ് ഇന്ത്യയുടെ പ്ലഡ്ജ്. നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ കൊണ്ട് നിർത്തി ഇങ്ങനെ അസംബ്ലിയിൽ നിർത്തിയിട്ട് കൈ ഉയർത്തിയിട്ട് പ്ലഡ്ജ്, ഇന്ത്യ ഇസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഐ ലവ് മൈ കൺട്രി, ഐ ആം പ്രൗഡ് ഓഫ് ഇറ്റ്സ് റിച്ച് ആൻഡ് വേരീഡ് ഹെറിറ്റേജ്. ഇപ്പോഴും ഉണ്ട്, കാരണം ചെറുപ്പത്തിൽ നമ്മൾ പഠിച്ച. ഇപ്പം നമ്മളത് പറയത്തില്ല, നമ്മൾ ഇവിടുത്തെ രാജ്യത്തിൻ്റെ സിറ്റിസൺസ് ആണെന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഇതിനെല്ലാം ഉപരിയായ ഒരു സിറ്റിസനാണ് നമ്മൾ. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ ഇത് തന്നെയാ, വി ആർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഇൻ ക്രൈസ്റ്റ്, വി ആർ ബ്രദറൻ, വി ആർ ബിലവഡ്, വി ആർ ബീങ് ലവ്ഡ് ബൈ ആൻ ഇറ്റേണൽ ഡിവൈൻ ഗാഡ്. അല്ലേ? സ്വർഗീയമായ നിത്യമായ സ്നേഹത്താൽ സ്നേഹിക്കപ്പെട്ടവരാണ്. ഗോഡ് ചൂസസ്, ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. അപ്പം മുന്നോട്ട് പോട്ടെ. ട്രൂ ക്രിസ്ത്യൻസ് ആർ റെസിപ്പിയൻസ് ഓഫ് ഗോഡ് സോവറിൻ ലവ്. ഞാനത് പറഞ്ഞല്ലോ. ഇനിയും ബ്രദർ എന്ന് പറയുമ്പോൾ ഒരു കാര്യം പറയാതിരിക്കാൻ കഴിയത്തില്ല. ചർച്ച് ഓഫ് ക്രൈസ്റ്റ്, ചർച്ച് ഓഫ് ക്രൈസ്റ്റ്, ചർച്ച് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ് ബോർഡ് വെക്കുന്നവരല്ല ബ്രദർ. ദർ ഷുഡ് ബി എ യൂണിറ്റി ഇൻ ഡോക്ട്രിൻ. അവരാ ബ്രദർ. അതും പറയാതിരിക്കാൻ പറ്റില്ല. എഫിഷ്യൻ ചാപ്റ്റർ 4 വേഴ്സ് 1 ഓൺവേർഡ്സ് അവിടെ പറയുന്നുണ്ട് ആരാ ബ്രദർ എന്ന്. എന്താ പറയുക? എല്ലാവർക്കും ഒരു സ്നാനം, ഒരു പിതാവ്, ആമേൻ, പ്രാപിച്ച ഒരേ ആത്മാവ്, ഒരേ പ്രത്യാശ, അവരാ ബ്രദർ. അല്ല ക്രിസ്ത്യൻ എന്ന് പറഞ്ഞ കുറേ ഡിനോമിനേഷൻസ് ഉണ്ട്, എല്ലാവരും ബ്രദർ അല്ല. സുവിശേഷം ഇത് സഭകളെ കൂട്ടിക്കൂ. There should be a unity in doctrine. മുന്നോട്ട് പോകുമ്പോൾ അനേക കാര്യങ്ങളിനകത്ത് പറയേണ്ടതാണെങ്കിലും ദീസ് പീപ്പിൾ, പൗലോസ് വെളിയിൽ നിന്ന് നോക്കുമ്പോൾ, പൗലോസ് പിന്നെ അവിടെ പോയില്ല എങ്കിലും തിമോത്തിയോസിൽ നിന്നും വാർത്ത കേട്ടപ്പോൾ പൗലോസ് പറയാ, God in past eternity chose you. ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തു. The Holy Spirit draw you to God. പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു? നിങ്ങളെ കർത്താവിലേക്ക് ആനയിച്ചു. ദൈവവചനത്തിന്റെ ശക്തി നിങ്ങളെ രൂപാന്തരപ്പെടുത്തി. You are the chosen of God. നിങ്ങൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. മുന്നോട്ട് പോകട്ടെ. ഒന്നാമത്തെ അടയാളമായി പൗലോസോട് പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ അടയാളം, അതായത് യഥാർത്ഥത്തിൽ രൂപാന്തരപ്പെട്ടു എന്ന് ഇവരിൽ കാണുന്ന ഒന്നാമത്തെ അടയാളം അവരുടെ പാസ്റ്റ് കൺവേർഷനാണ്. അവരെങ്ങനെയാണ് ദൈവഭാഗത്തേക്ക് രൂപാന്തരപ്പെട്ടു വന്നു എന്നുള്ളത് പൗലോസ് കാണുകയാണ്. 5 മുതൽ 10 വരെയാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. എന്താണ് 5-ാമത്തെ വാക്യത്തിൽ? ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടിയായിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. ഇവിടെ ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല എന്ന് പറയുമ്പോഴാണ് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. ഈ വചനം എന്നുള്ള ആ പദം ദൈവവചനമെന്നാണ് പലരും വിചാരിക്കുന്നത്. അതല്ല, അത് വാക്കെന്നതിൻ്റെ അർത്ഥം. കാരണം വേർഡ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വചനം, വാക്കുകൾ എന്നൊക്കെയാണ്. അപ്പോൾ ഞങ്ങളുടെ സുവിശേഷം ദൈവവചനമായിട്ടല്ല നിങ്ങളുടെ അടുത്ത് വന്നെന്നല്ല അവിടെ എഴുതിയേക്കുന്നത്. ഞങ്ങളുടെ സുവിശേഷം വെറും വാക്കായിട്ടല്ല, അതിൽ ശക്തി വ്യാപരിക്കുന്നുണ്ടായിരുന്നു, അതിൽ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നുണ്ടായിരുന്നു. അല്ലാതെ വെറുതെ ബ്ലാബറിങ് അല്ലായിരുന്നു ഞങ്ങൾ അവിടെ വന്ന് ചെയ്തത്. ഞങ്ങളുടെ തലയിലുള്ള കുറേ നോളജ് അടിച്ചു കയറ്റുകയല്ലായിരുന്നു, കുറേ ബുക്ക് വായിച്ചിട്ട് വന്ന് അതങ്ങ് പ്രസ്താവിക്കുകയല്ലായിരുന്നു. അതിൽ വ്യാപരിക്കുന്ന ശക്തി ഉണ്ടായിരുന്നു. അതാണ് നിങ്ങളെ രൂപാന്തരപ്പെടുത്തിയത്. ഇവിടെ പൗലോസ് പറയുന്ന ഒരു വാക്ക് പ്രധാനപ്പെട്ട വാക്കാണ്. He says our gospel. Our gospel. കണ്ടായിരുന്നു? For our gospel. ഞങ്ങളുടെ സുവിശേഷം. ഈ ഞങ്ങളുടെ സുവിശേഷം എന്ന് അപ്പോസ്തലൻ പറയാൻ കാര്യം എന്താ?
പൗലോസും ശീലാസും തിമോഥെയോസും കൂടെ അവിടെ നിന്ന് പുതിയൊരു സുവിശേഷം എഴുതി വിട്ടു? ഇല്ല. He is so sure about the message of the gospel. ഇതാണ് ഗലേഷ്യൻസ് ചാപ്റ്റർ 1:8 പറയുന്നത്. ഞങ്ങൾ പറഞ്ഞ സുവിശേഷം അല്ലാതെ വേറെ ആരെങ്കിലും സുവിശേഷം പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവനാണ്. ഇനി സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി വന്ന് പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടൻ. ഞങ്ങൾ തന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ മനസ്സ് മാറി വന്ന് വേറെയാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ശപിക്കപ്പെട്ടവർ. കാരണം എന്താ? He is so sure about the message of the gospel. And what is the message of the gospel? എന്താണ്? ദൈവം, നമ്മൾ ഇന്നലെ റെക്കൺസിലേഷനെ കുറിച്ച് സംസാരിച്ചതാണ്. എന്താ റെക്കൺസിലേഷൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം? നിരപ്പിക്കുക. അകന്നിരിക്കുന്ന, യുദ്ധത്തിലായിരിക്കുന്ന, ദൈവവുമായി യാതൊരു സമാധാന ബന്ധത്തിലും അല്ലാതിരിക്കുന്ന മനുഷ്യനെ ക്രിസ്തു മുഖാന്തരം നിരപ്പിക്കുന്ന ആ നിരപ്പിന്റെ സന്ദേശമാണ് സുവിശേഷം. അസമാധാനത്തിലായിരിക്കുന്ന ജനത്തെ, മനുഷ്യനെ ക്രിസ്തുവിലൂടെ തന്നിലേക്ക് തന്നെ സമാധാന ബന്ധത്തിലാക്കിയ ദൈവത്തിന്റെ പൂർത്തിയാക്കപ്പെട്ട പ്രവൃത്തിയുടെ സന്ദേശമാണ് സുവിശേഷം. അതിനകത്ത് നമുക്ക് വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ആ സുവിശേഷത്തിന് ശക്തിയുണ്ട്. റോമൻസ് ചാപ്റ്റർ 1:16 പറയുന്നത്, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. For I am not ashamed of the gospel, for it is the power. It has power എന്നല്ല, it is the power. അതാണ് ശക്തി. എന്തിന്? രൂപാന്തരപ്പെടുത്തുന്ന ശക്തി, പാപത്തിൽ നിന്ന് വിടുവിക്കുന്ന ശക്തി, മലിനമായി നിന്നും വിശുദ്ധമായതിലേക്ക് തിരിക്കുന്ന ശക്തി, നിത്യമരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് ഒരുവനെ കൈപിടിച്ച് ഉയർത്തുന്ന ശക്തി, സുവിശേഷത്തിന്റെ ശക്തി. It has the power to transform lives. അത് ഇന്ന് രാവിലെയും ഈ കേൾക്കുന്ന വചനത്തിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തി രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന, മാറ്റം വരുത്തുവാൻ കഴിയുന്ന ശക്തിയാണ്. ഇത് വെറും വാക്കുകളല്ല. പൗലോസ് നോക്കിയപ്പോ their past conversion, അവർ പറഞ്ഞ വചനത്താൽ ഇവർക്ക് രൂപാന്തരം ഉണ്ടായി. അതിന്റെ ഫലം കാണുന്നുണ്ട്. ഗോസ്പൽ, അവർ ഗോസ്പൽ എന്ന് പറയാൻ കാരണം the boldness of the message that Apostle Paul preached. He is so sure about it. ചോദിക്കട്ടെ, നമ്മൾ പറയുന്ന സുവിശേഷത്തിന്റെ ഷുവറിറ്റി നമുക്കുണ്ടോ? എങ്കിൽ മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. അല്ല ഒരു എക്യുമെനിസത്തിലേക്ക് തിരിയും, പലരും തിരിയുന്ന പോലെ. ഗോസ്പൽ ഈസ് യുണീക്ക്. ക്രൈസ്റ്റ് ഈസ് യുണീക്ക്. ക്രിസ്തു മാത്രമാണ് രക്ഷകൻ. ഏക വഴി മാത്രമേ ഉള്ളൂ. ഏക മധ്യസ്ഥൻ മാത്രമേ ഉള്ളൂ. We have to be sure about the gospel that we are preaching. Then we can say it's our gospel. ഈ ഗോസ്പൽ അല്ല, വേറെ ഗോസ്പൽ ഇല്ല. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. മുന്നോട്ട് പോകുമ്പോൾ ഈ ഗോസ്പൽ ഇവരിൽ വരുത്തിയ രൂപാന്തരം, because the word of God is the power of God. ദൈവവചനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണ്. ക്രിസ്തു എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കാഴ്ചാരൂപത്തിലുള്ള വെളിപ്പാടാണെങ്കിൽ, വിസിബിൾ റെവലേഷൻ ആണെങ്കിൽ, വചനം എന്ന് പറയുന്നത് ലിറ്ററൽ ഫോം ഓഫ് ഗാഡ്സ് റെവലേഷൻ, ഒറക്കിള, എഴുത്തു രൂപത്തിലുള്ള ദൈവിക വെളിപ്പാടാണ് ദൈവവചനം. അതിൽ വ്യാപരിക്കുന്ന ശക്തിയാണ് ഒരുവനെ രൂപാന്തരത്തിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിൽ പറയുന്നത്, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ നീ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല. അപ്പോൾ വെള്ളമെന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് ദൈവവചനവും ആത്മാവും കൂടെ ഒരുമിച്ച് ഒരുവനിൽ വ്യാപരിക്കുമ്പോൾ അവന്റെ ഡിസ്പൊസിഷൻ ചേഞ്ച് ആകുന്നു. അവൻ ദൈവത്തിങ്കിലേക്ക് തിരിയുന്നു. അവൻ മാനസാന്തരപ്പെടുന്നു. ദൈവത്തിങ്കിലേക്ക് മാനസാന്തരപ്പെടുക, ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരം, ദൈവത്തിങ്കിലേക്കുള്ള തിരിവെന്ന, ടേണിംഗ് ടുവേർഡ്സ് ഗാഡ്, ഫ്രം സെൽഫ് ടു ഗാഡ്. So gospel is not the presentation of an idea. ഒരു ഐഡിയ പ്രസന്റ് ചെയ്യല്ല. ഉണ്ടല്ലോ, പ്രസന്റേഷൻസ് ഉണ്ടെന്ന് അല്ലെ, സെമിനാറുകളുണ്ട്. ഇപ്പോൾ ഫാമിലി സെമിനാർ നടത്തി, അല്ലെ വേറെ എന്തെങ്കിലും സെമിനാർ നടത്തി, അവിടെ ഒരു 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 എസ്സേ പ്രസന്റ് ചെയ്യും അല്ലേ, പിന്നെ ഡിസ്കഷൻ ഉണ്ടാവും, ചോദ്യങ്ങളുണ്ടാവും. ഇതല്ല ഗോസ്പൽ. ദർ ഇസ് നോ ഡിസ്കഷൻ. അവിടെ എല്ലാവരും ഡിസ്കസ് ചെയ്ത് അവസാനം ഒരു കൺക്ലൂഷനിലേക്ക് വരേണ്ട കാര്യമില്ല. ദിസ് ഈസ് ദ മെസ്സേജ്. This is not presentation of an idea, but the operation of power. കാരണം അതിൽ വ്യാപരിക്കുന്ന ശക്തിയുണ്ട്. അതിന്റെ ഓപ്പറേഷനാണ് ഗോസ്പൽ പ്രസന്റ് ചെയ്യുമ്പോൾ നടക്കുന്നത്.
ഇത്രയ്ക്കായി കണ്ടിട്ടുള്ള ഒരു വ്യക്തിയോട് ദൈവത്തിൻ്റെ ആത്മാവ് ദൈവദാസനിലൂടെ സംസാരിക്കുമ്പോൾ അവനിൽ അത് രൂപാന്തരത്തിന് കാരണമാകും. പൗലോസ് സംസാരിച്ചപ്പോൾ അങ്ങനെ രൂപാന്തരപ്പെട്ട് ദൈവഭാഗത്തേക്ക് വന്നവരോടാണ് പൗലോസ് ഇത് പറയുന്നത്. ഐ ക്യാൻ സീ ഇറ്റ്. അന്ന് പറഞ്ഞ വാക്കുണ്ടല്ലോ, അത് വൃഥാവായില്ല. അത് വെറും വാക്കുകളായിട്ടല്ല നിങ്ങളുടെ അടുത്ത് ചെന്നത്. അതിന്മേൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളെ രൂപാന്തരപ്പെടുത്തി. ഹല്ലേലൂയ. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, വാക്കുകളായിട്ട് മാത്രമല്ല, ശക്തിയോടെ, പരിശുദ്ധാത്മാവോടെ. പിന്നെ പൗലോസിന്റെ കാര്യം പറയുന്നത്, ഐ വാസ് വെരി ഷുവർ അബൌട്ട് ദ മെസ്സേജ്. ബഹുനിശ്ചയത്തോടു കൂടെയാ വന്നേ. പ്രിയമുള്ളവരെ, in spite of the deficiency of our presentation of the gospel, the power in the gospel will transform life. നാം ഏത് വിക്കി പറഞ്ഞാലും, മനസ്സിലായോ, അതിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയെ ഒരുവനെ രൂപാന്തരപ്പെടുത്തുന്നത്, അല്ല നമ്മുടെ പ്രസന്റേഷന്റെ ചാതുരതയല്ല. We are just a medium. So go and preach the gospel. മറ്റുള്ളവരോട് പറയുക. Because it has transformed your life. നിങ്ങളുടെ ജീവിതത്തെ ട്രാൻസ്ഫോം ചെയ്തില്ലേ? അങ്ങനെയാണെങ്കിൽ ആയിരങ്ങൾ ഇപ്പോഴും സുവിശേഷം അറിയാതെ നിത്യ മരണത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ it is our responsibility to go out and preach the gospel. Because it has the power to transform lives. അത് രൂപാന്തരപ്പെടുത്തുന്ന ശക്തിയാണ്. In spite of the deficiency of presentation, more than the ability of the messenger, it is the message that has the power to transform lives. മറ്റൊരു കാര്യം കൂടെ ഇവിടെ കാണുന്നത്, ഞങ്ങൾ നിങ്ങളുടെ 5-ാം വാക്യമാണ്, അടുക്കൽ എങ്ങനെ പെരുമാറിയിരുന്നുവെന്ന് നിങ്ങൾ അറിയുന്നല്ലോ. എന്ന് വെച്ചാൽ ഇവർ പറച്ചിൽ മാത്രമല്ലായിരുന്നു, ഇവർ ജീവിച്ചും കൂടെ കാണിച്ചു. ആര്? പൗലോസ്, തിമോത്തിയോസ്, ശീലാസ്. ഇപ്പോഴത്തെ പ്രശ്നം എന്താ പറയുക വെച്ചാൽ, പറച്ചിലേ ഉള്ളൂ. അപ്പോൾ അങ്ങോട്ട് പറഞ്ഞു ചെല്ലുമ്പോൾ അവർ പറയും, ദാ ഇന്ന ആളെ കണ്ടു, ദാ ലിജിയെ കണ്ടില്ലയോ, ചുമ്മാ പറച്ചിലേ ഉള്ളൂ. 100 കാര്യം അവൻ ഇങ്ങോട്ട് പറയും. പിന്നെ എന്ത് ഗോസ്പൽ അങ്ങോട്ട് പറയുന്നേ? ഗോസ്പൽ ഹാസ് ദ പവർ. സുവിശേഷത്തിന് ശക്തിയുണ്ട്, പക്ഷെ അത് നമ്മൾ ജീവിക്കുക ചെയ്യണം. എങ്കിൽ മാത്രമേ അത് നമുക്ക് പറയാനുള്ള ശക്തിയുള്ളൂ. സുവിശേഷം ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് പേഴ്സൺസ്. ഇത് ഇൻഡിപെൻഡന്റാ, മെസ്സേജ് ഇൻഡിപെൻഡന്റാ. പക്ഷെ നമ്മളത് പ്രൊക്ലെയിം ചെയ്യണമെങ്കിൽ നമുക്കൊരു ലൈഫ് ഉണ്ടാകും. ഒരു ലൈഫ് ഉണ്ടാകും. അവര് ഇത് ഈ പ്രീച്ചേഴ്സിൽ കണ്ടു, റൈറ്റ്? അതുകൊണ്ട് അവിടെ പറയുന്നത്, ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ എങ്ങനെ പെരുമാറിയിരിക്കുന്നെന്ന് നിങ്ങൾ അറിയുന്നല്ലോ. So the Thessalonian believers, they not only heard the gospel, they saw the gospel lived out. അല്ലേ? അവരത് കണ്ടു, ജീവിച്ചു കാണിക്കുന്നത് കണ്ടു. പിന്നെ ഞാൻ പറയട്ടെ, ഈ വചനത്തിന് ശക്തിയുണ്ട് പ്രിയമുള്ളവരെ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ ഷെയർ ചെയ്ത സുവിശേഷം ഉണ്ടല്ലോ, അത് വെറുതെ അല്ല, അതിന്മേൽ വ്യാപരിക്കുന്ന ശക്തിയുണ്ട്. അത് ആൾക്കാരെ രൂപാന്തരപ്പെടുത്തുവാൻ മതിയായതാ. ഇനിയും വേണ്ടിയത് പ്രാർത്ഥനയാണ്. അതിന്മേൽ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കട്ടെ, ആ വ്യക്തിയോട് ദൈവം ഇടപെടട്ടെ. ബിക്കോസ് ഇറ്റ് ഹാസ് ദ പവർ ഓഫ് ഗോഡ്. ഇറ്റ് ഈസ് ദ പവർ ഓഫ് ഗോഡ്. എൻ്റെ വാക്കുകൾക്ക് ശക്തി തരുന്നത് എൻ്റെ ജീവനല്ലേ? എനിക്ക് ജീവനല്ലേ, പിന്നെ ഞാൻ എത്ര ഇവിടെ വല്ലം പറയാൻ പറ്റുമോ? അപ്പോൾ വാക്കുകളുടെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു ശക്തി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ, വെറും വാക്കല്ലേ. ഇവിടെ നോക്കിക്കേ, ഇത് വെറും വാക്കല്ല, ഇത് ദൈവത്തിൻ്റെ വാക്കാണ്. അങ്ങനെയാണ് ഇതിന്മേൽ ശക്തി ഇല്ലേ? അത് രൂപാന്തരപ്പെടുത്തുമെന്നായി പറഞ്ഞു. സോ ദ ഫസ്റ്റ് ഓഫ് ഓൾ, ഇറ്റ് ഈസ് ദെയർ പാസ്റ്റ് കൺവേർഷൻ. രണ്ടാമത്തെ കാര്യം 6-ാം വാക്യത്തിൽ കാണുന്നത് അവരുടെ പ്രസൻറ്റ് എൻഡ്യൂറൻസ് ആണ്. അതായത് ഇപ്പോഴും അവർ സഹിച്ചുകൊണ്ടിരിക്കുക. യഥാർത്ഥത്തിൽ രൂപാന്തരം അവരുടെ മേൽ ഉണ്ടായതുകൊണ്ട്, വചനം കേട്ട് അവർ രൂപാന്തരപ്പെട്ടതുകൊണ്ട് ഇപ്പോഴും അവരെന്ത് ചെയ്യാണ്? സഹനത്തിന് മുമ്പിൽ നിൽക്കുക. അവർ വിട്ടുപോകുന്നില്ല. 6-ാം വാക്യം വായിച്ചേ. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നെങ്കിലും വചനം കൈക്കൊണ്ടു. അതാ ഒന്നാമത്തെ പാർട്ട്. അത് 2 പാർട്ടുണ്ട് ആ വാക്യത്തിൽ. ബഹുകഷ്ടം സഹിച്ചു. ദിസ് ഈസ് അനദർ പ്രൂഫ് ദാറ്റ് യു ആർ റിയലി സേവ്ഡ്. നിങ്ങൾ യഥാർത്ഥത്തിൽ രൂപാന്തരം പ്രാപിച്ചു എന്നുള്ളതിൻ്റെ അടയാളം രണ്ടാമതായി ഇവിടെ വന്നേക്കുന്നത്, അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കൽ സഭയിലുള്ള ദൈവമക്കളിൽ നിന്ന് കാണുന്നത്,
ഇവരത്ര ഈസി ലൈഫ് ഒന്നും അല്ലായിരുന്നു ഇവർക്ക്. ഇവരുടെ പൗലോസിന്റെ പ്രസംഗത്തിന്റെ തുടക്കം മുതൽ ഇവര് എന്താ എതിർപ്പ. അങ്ങനെയല്ലേ പൗലോസിനെ അവിടെ നിന്ന് ഓടിച്ചേ. അപ്പൊ സഭയുടെ തുടക്കം മുതൽ എന്തുവാ എതിർപ്പ. പക്ഷെ അതിന് നടുവിൽ കുറച്ച് പേര് നിന്നു. ബഹു കഷ്ടം. നമ്മൾ ഒറ്റ വാക്കിൽ അങ്ങ് പറഞ്ഞുപോയി. എന്താണ് ബഹുകഷ്ടം? എന്താ ഈ ബഹുകഷ്ടം എന്ന് പറയുന്നേ? ഇന്ന് പലരും സഹിക്കുന്നതാ. അന്ന് സഹിച്ചു, ഇനിയും സഹിക്കും. വി ഡോണ്ട് നോ ദ ഇൻറ്റൻസിറ്റി ഓഫ് ഇറ്റ്. എന്നാ പഴയ നിയമകാലത്ത് വിശ്വാസത്തിന് വേണ്ടി നിൽക്കുവാൻ 4 ബാലന്മാർ തയ്യാറായപ്പോൾ സാധാരണയുള്ള കഷ്ടത്തിൽ നിന്ന് അവരുടെ അതങ്ങ് കൂട്ടി. അതാണ് ബഹുകഷ്ടം. അത് ആർക്കേ ഉള്ളൂ? ഒരു ദൈവവൈതലിന് മാത്രമേ ഉള്ളൂ. സാധാരണക്കാരന് 1 മടങ്ങാണെങ്കിൽ ദൈവവൈതലിന് 7 മടങ്ങാണ് ബഹുകഷ്ടം. വിവിധമായ കഷ്ടം, ഒന്നിനു പുറകെ ഒന്നായ കഷ്ടം. ഈ സഹിക്കേണ്ടി വന്നെങ്കിലും അവർ പരിശുദ്ധാത്മാവിന്റെ സന്തോഷം. വെറുതെ സന്തോഷിക്കാൻ പറ്റുമോ? വെറുതെ സന്തോഷിക്കാൻ പറ്റില്ല. This is another proof that you are really saved. What? In spite of the suffering that you go through, you still rejoice in the Lord. ചോദിച്ചാൽ വേദന ഉണ്ടെങ്കിലും പറയും സാരമില്ല ബ്രദറെ, സാരമില്ല ബ്രദറെ. യാഥാർത്ഥ്യത്തെ തമസ്കരിക്കുന്നില്ല. വേദന ഉണ്ട്, ശരിയാണ്. പക്ഷെ അതിനപ്പുറമാണ് എൻ്റെ വിശ്വാസം. എൻ്റെ ദൈവം എന്നെ താങ്ങുന്നുണ്ട്. മാത്രമല്ല, ഇതിനു വേണ്ടിയല്ല ഞാനിവിടെ നിൽക്കുന്നത്. നൊടി നേരത്തേക്കുള്ള എൻ്റെ ഈ ലഘുവായ കഷ്ടം അനവധി തേജസ്സിന്റെ നിത്യഗനം പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയായി. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടം സാരമില്ല. സാരമില്ല. 100 വർഷം, 80 വർഷം, 120 വർഷം, എത്ര വർഷം ആയിക്കൊള്ളട്ടെ. പക്ഷെ ഇത് നിത്യതയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് നത്തിങ്. So they endured the suffering, the intense suffering. ഈ സഫറിങ് ആരുടെ ഒക്കെ മുമ്പിൽ നിന്ന് അവർ കിട്ടിയെന്ന് അറിയാമോ? ആഫ്റ്റർ പോൾ ആൻഡ് കമ്പനി ലെഫ്റ്റ് തെസലോനിക്ക. പോൾ ആൻഡ് കമ്പനി എന്ന് പറയുന്നത് പൗലോസ്, ശീലാസ്, തിമോത്തിയോസ്. അവർ പോയ ശേഷം യഹൂദന്മാരും ജാതികളും ഒരുമിച്ച് ഇവർക്കെതിരെ തിരിഞ്ഞു. പണ്ട് ഈ യഹൂദന്മാർ മെനക്കെട്ട് നടക്കുന്ന കുറച്ച് പേരെ പിടിച്ചാണെങ്കിൽ ഇതിപ്പം ഇവർ പോയ പിന്നെ പെർസിക്യൂഷൻ ഇന്റൻസിഫൈ ചെയ്തു. അത് കൂടി. തെസലോനിക്കയുള്ള 1-ാം ലേഖനം 2:14-15 ഒന്ന് വായിച്ച്. ആ ആ അപ്പൊ അതായത് ആദ്യത്തെ സഭ യെരുശലേമിൽ മുഴുവനും ഒരു 99% ആര്? യഹൂദന്മാരാ. അവരെ എതിർത്തതാരാ? സ്വന്തം ജാതിക്കാരായ യഹൂദന്മാർ. ഇപ്പൊ തെസലോനിക്ക് വന്നപ്പോൾ അവർ ജാതികളാ. അവരെ എതിർത്തതാരാ? സ്വന്തം ജാതികളാ. അതാ അവിടെ പറയുന്നത്. പിന്നെ താഴോട്ട് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഒന്ന് വായിച്ച്. എന്നാ സാക്ഷ്യം യഹൂദന്മാരെ പറ്റി പറയുന്നല്ലേ? അവർ സ്വന്തം പശുവെ കൊന്നവരാ. പിന്നെ ഈ ജാതിന്ന് ഒരുത്തിന് ഇങ്ങോട്ട് രക്ഷപ്പെട്ട് വരാതിരിക്കാൻ തടുക്കുന്നവരാ. അപ്പൊ സ്വന്തത്തിൽ നിന്ന് ആരും വിടത്തുമില്ല, വേറൊരുത്തിനെ ഇങ്ങോട്ട് വരാൻ സമ്മതിക്കത്തുമില്ല. മഷികയായിട്ട് വന്നവനെ പിടിച്ച് കൊല്ലുകയും ചെയ്തു. ഇതാണ് യഹൂദന്റെ സാക്ഷ്യം. They intensified the persecution against Christians. ദൈവ സഭയ്ക്കെതിരെ എന്നും ഈ പെർസിക്യൂഷൻ ഉണ്ട്. ഇറ്റ് ഈസ് നോട്ട് ആൻ ഒരു ആശ്ചര്യദായകമായ കാര്യമൊന്നുമല്ല. കർത്താവ് പറഞ്ഞതാ ജോൺ 16:33 എന്താ പറഞ്ഞേ? ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്. ഉണ്ടാകാം, ചിലപ്പോൾ ഉണ്ടാകും. അമേരിക്ക പോയാൽ ഉണ്ടാകത്തില്ല, ഇതൊന്നും പറഞ്ഞിട്ടില്ല. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. സ്തോത്രം, 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 സ്തോത്രം. ഈ ട്രിബുലേഷൻ, സഫറിങ് എന്നുള്ള പദത്തിൻ്റെ അർത്ഥം ഇൻറ്റൻസ് പ്രഷർ എന്നാണ്. അതിനെക്കുറിച്ച് മൂലഭാഷ ത്ലിപ്സസ് എന്നുള്ള പദമാണ്. ഒരു ദൈവദാസൻ ഇങ്ങനെ അതിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് അത് നമുക്ക് മനസ്സിലാവും. മനസ്സിലത് കിട്ടും. നമുക്ക് ഇങ്ങനെ ഈ കൈ വളയ്ക്കുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇറ്റ്സ് നോർമൽ, റൈറ്റ്? തിരിച്ചു നോള ചോദിക്കേ. ഇപ്പം വളയ്ക്കണ്ട. ഇങ്ങനെ വളച്ചാൽ ഇറ്റ് വിൽ ബി സോ
സിവിയർ. ഈ ഇൻറ്റൻസ് പ്രഷറിലൂടെ പലരും കടന്നു പോകുന്നു. അവർ നോക്കുമ്പോൾ ചിരിക്കുകയൊക്കെ ചെയ്യും. എന്തുകൊണ്ട് സഹോദരി സഹോദരാന്ന് ചോദിച്ചാൽ, യാ വി ആർ ഓക്കെ, ബട്ട് ഇൻറ്റൻസ് പ്രഷർ. പക്ഷെ നിന്നേ പറ്റൂ. സത്യം മനസ്സിലാക്കിയാൽ നിന്നേ പറ്റൂ. ഇൻറ്റൻസ് പ്രഷർ ഉണ്ട്, പക്ഷെ സത്യം മനസ്സിലാക്കിയാൽ നിന്നേ പറ്റൂ, അല്ലേ? കാരണം ഇവിടെ ഇത്രയും കാലമേ ഉള്ളൂ എന്നും നിത്യത വലുതാണെന്നും ഇതാണ് യഥാർത്ഥ മാർഗമെന്നും ഒരിക്കലെങ്കിലും ഉള്ളിൽ ഒരു കൺവിക്ഷൻ കിട്ടിയാൽ നിങ്ങൾ നിൽക്കും. പരിശുദ്ധാത്മാവ് നിങ്ങൾ നിൽക്കാൻ സഹായിക്കും. നമ്മൾ തന്നെ നിൽക്കുകയല്ല, പക്ഷെ ഇവർ നിന്നു. എങ്ങനെയാ നിന്നേ? പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ. പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടുകൂടി അവർ നിന്നേ. അപ്പൊ ആത്മാവ് നമ്മെ എന്ത് ചെയ്യും? സഫറിങ്ങിൻ്റെ മധ്യത്തിൽ ധൈര്യത്തോടെ സത്യത്തിന് വേണ്ടി നിൽക്കാൻ നമ്മെ സഹായിക്കും. സോ ജോയ് in the middle of suffering is not a strange experience. മനസ്സിലായോ? കഷ്ടപ്പാടിന്റെ നടുവിലുള്ള സന്തോഷം ഒരു വിചിത്രമായ പ്രതികരണമല്ല, മറിച്ച് യേശുവിലാണ് നിങ്ങൾ എന്നതിൻ്റെ യഥാർത്ഥ അടയാളം. നിങ്ങൾ ക്രിസ്തുവിലാണെങ്കിൽ നിങ്ങൾക്ക് ജോയ് ഉണ്ടാവും. എങ്ങനെ? സഫറിങ്ങിന്റെ മധ്യത്തിൽ. അതാണ് പെർസിക്യൂഷനിലൂടെ കടന്നുപോയി ജയിലിൽ അകപ്പെട്ട ദൈവദാസനായ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, എന്ത്? സന്തോഷിപ്പീൻ. ഞാനിപ്പോൾ നിങ്ങൾ പറയുന്നു, സന്തോഷിപ്പീൻ. എന്താ? കർത്താവ് വരാൻ അടുത്തിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും ഓക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് ദൈവത്തെ അറിയിക്കുക അത്രയേ വേണ്ടിയത്. സന്തോഷിപ്പീൻ. ഞാൻ ഇപ്പോഴും പറയുന്നു, സന്തോഷിപ്പീൻ. സോ ജോയ് ഇൻ ദ ഹോളി സ്പിരിറ്റ് ഈസ് ദ എക്സ്പീരിയൻസ് ദാറ്റ് എ ട്രൂ ചൈൽഡ് ഓഫ് ഗാഡ് വിൽ ഹാവ് amidst of the sufferings that they go through. എല്ലാ പെർസിക്യൂഷന്റെ മധ്യത്തിലും ഉള്ളിൽ വ്യാപരിക്കുന്ന ദൈവശക്തി അവനെ സന്തോഷമുള്ളവനാക്കും. മാത്രമല്ല, ജോയ് എന്താണെന്നറിയോ? ഫ്രൂട്ട് ഓഫ് ദി സ്പിരിറ്റാ. ആത്മാവിൻ്റെ ഫലമാണ് സന്തോഷം. അപ്പോൾ ആത്മാവുണ്ടെങ്കിൽ ഈ ഫലം വെളി വരത്തില്ലേ? അപ്പോസ്റ്റൽ പോൾ could see that in the life of the believers at തെസ്സലോനിക്കയുള്ള ദൈവമക്കളിൽ അപ്പോസ്റ്റലനായ പൗലോസിന് ഇത് കാണാം. ഇനി അടുത്ത അടയാളം 6ന്റെ 2ാം ഭാഗം. കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. പാഷനേറ്റ് ഫോളോയിങ് ഓഫ് പോൾ ആൻഡ് ഓഫ് ദ ലോർഡ്. ഇവര് സഫറിങ്, ഒന്ന് ഇവരുടെ കൺവേർഷൻ, ഇവരുടെ രൂപാന്തരം. 2 ഇവർ സഫറിങ്ങിന്റെ മധ്യത്തിൽ എന്ത് ചെയ്തു? ഉറച്ചു നിൽക്കുക. 3 ഇവർ പൗലോസിനെ ഫോളോ ചെയ്യുന്നു, അതുവഴി കർത്താവിനെ ഫോളോ ചെയ്യുന്നു. പൗലോസ് ഇത് കുറച്ചുകൂടി വ്യക്തമാക്കിയിട്ട് കൊരിന്ത്യർക്കുള്ള 1 ലേഖനം 11:1 പറയുന്നത്, ബി ഇമിറ്റേറ്റേഴ്സ് ഓഫ് മീ ആസ് ഐ ആം ഓഫ് ക്രൈസ്റ്റ്. ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ അനുഗമിപ്പീൻ എന്ന് പറഞ്ഞാൽ എന്താ? അൾട്ടിമേറ്റ് ആയിട്ട് നമ്മൾ ആരെയാണ് അനുഗമിക്കുന്നത്? 1 Peter chapter 2 verse 21 എന്ന് വായിക്കാവോ? 1 Peter chapter 2 verse 21. അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ മൂലഭാഷയുള്ള അർത്ഥം കോപ്പി ബുക്ക് എന്നാ. ഇപ്പോൾ ഒരു ബുക്കേ ഉള്ളൂ, ബൈബിൾ ഒറ്റ ബുക്കേ ഉള്ളൂ എന്നിരിക്കട്ടെ. ഇവിടെ അതിൽ മത്തായി സുവിശേഷം മാത്രമേ നമ്മുടെ കിട്ടിയിട്ടുള്ളൂ എന്നിരിക്കട്ടെ. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സഹോദരന്മാർ പറയും, ആ കോപ്പി പ്രിൻ്റർ ഒന്നുമില്ല, കൈ കൊണ്ട് എഴുതാൻ പറയും. അപ്പോൾ എഴുതുമ്പോൾ അതേപോലെ തന്നെ എഴുതണ്ടേ? അങ്ങനെ അല്ലെങ്കിൽ ആശയം തെറ്റിപ്പോത്തില്ലേ? അല്ലെ ഉപദേശം തെറ്റത്തില്ലേ? തെറ്റും. അപ്പോൾ എത്രയും സൂക്ഷ്മമായിട്ട് പൗലോസും സിൽവാനോസും തിമത്തിയോസും പിതാവായ ദൈവത്തിലും എന്നുള്ളത് ഈ കോപ്പിയിൽ എഴുതുമോ? അതാണ് ക്രിസ്തു നമുക്ക് കാണിച്ചെന്ന മാതൃക. താൻ എങ്ങനെ കടന്നുപോയെന്ന് അതുപോലെ തന്നെ കോപ്പി ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ. ഒന്ന് ചിന്തിച്ചോ, നമുക്കത് പറ്റുന്നുണ്ടോ? പറയാൻ ഞാൻ യോഗ്യനല്ല. ഐ ആം ടെല്ലിങ് യു ദ ഫാക്ട്. ദൈവം നിർത്തുന്നതുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. വി ആർ സ്ട്രൈവിങ് ടുവേർഡ്സ് പെർഫെക്ഷൻ. വി ആർ നോട്ട് പെർഫെക്റ്റ്. അങ്ങനെ ആരെങ്കിലും പെർഫെക്റ്റ് ആണെന്ന് പറയുന്നെങ്കിൽ സംശയിക്കണം. ബട്ട് വി ഓൾ ആർ ഇൻ ദ സെയിം പാത്ത് വേ ഓഫ് പെർഫെക്ഷൻ. സാങ്ക്ടിഫിക്കേഷൻ ഈസ് എ പ്രോസസ്. ഓരോ ദിവസവും ക്രിസ്തുവിനോട് അനുരൂപരായി നാം മാറിക്കൊണ്ടിരിക്കുക. അതിന് 2 പ്രധാന ഘടകങ്ങളാണ്. ഹൗ ടു എന്നുള്ളത് കാട്ടിത്തരുന്നത് ദൈവവചനമാണ്. മനസ്സിലായോ?
എങ്ങനെയാണ് എന്നുള്ളത് കാട്ടിത്തരുന്നത് ഏതാ? അതിന് നമ്മളെ എനേബിൾ ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. ഇത് രണ്ടും ഒരു കോയിൻ്റെ രണ്ട് സൈഡ് പോലെ നമ്മൾ കാത്തുകൊള്ളേണ്ടത് ആവശ്യമാണ്. ബിക്കോസ് വി ഹാവ് ബീൻ കോൾഡ് ഫോർ സച്ച് എ കോളിംഗ്. എന്തിനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്? ക്രിസ്തുവിൻ്റെ അനുരൂപതയിലേക്കാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. അവൻ്റെ കാൽച്ചോടെ പിന്തുടരുവാൻ ഒരു മാതൃക അവൻ വെച്ചേച്ചു പോയി. അതിനുവേണ്ടിയാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. Apostle Paul is saying, you also became imitators of us and of the Lord. ഞങ്ങളുടെ അനുകാരികളായി മാറി, കർത്താവിനും അനുകാരികളായി മാറി. ഇനി അടുത്തത് എ മോഡൽഡ് ലൈഫ് സ്റ്റൈൽ. അത് നമുക്ക് കാണുവാൻ കഴിയുന്ന 6, 7, 8 വാക്യങ്ങളാണ്. കഷ്ടം സഹിക്കേണ്ടി വന്നെങ്കിലും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സഹായം സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു ഞങ്ങൾക്കും കർത്താവിനും അനുകാരി. പിന്നെ അങ്ങനെ നിങ്ങൾ മക്കദോനിയയിലും ആഖായിലും വിശ്വസിക്കുന്നവർക്ക് അവർ മാതൃകയായി മാറി. അപ്പോൾ മാതൃകയായിരുന്ന പൗലോസിനെയും യേശു കർത്താവിനെയും അവർ അനുഗമിക്കുക മാത്രമല്ല, അതുവഴി മറ്റുള്ളവർക്ക് അവരൊരു മോഡലായി മാറി. കണ്ടോ ഈ തെസ്സലോനിക്കയിലുള്ള ദൈവസഭയുടെ പ്രത്യേകത? കൊരിന്തിയിലുള്ള ദൈവസഭയെ പറ്റി നമ്മൾ പറയാറുണ്ട്, ഉർവാദങ്ങൾക്ക് ഒട്ടും കുറവില്ലെന്നൊക്കെ പറയാറുണ്ട്. ശരിയാണ്. പക്ഷെ തെസ്സലോനിക്ക ഒരു മാതൃകാ സഭയായിരുന്നു. They were a model church. 1, അവരുടെ പാസ്റ്റ് കൺവേർഷൻ. 2, അവർ പ്രസന്റ്ലി എൻഡ്യൂർ ചെയ്യുകയാണ് സഫറിങ്. 3, പൗലോസിനെയും അതുവഴി കർത്താവിനെ അവർ ഫോളോ ചെയ്യുന്നു. 4 ഇവിടെ പറയുന്നത് അവർ മറ്റുള്ളവർക്കൊരു മാതൃകയായി. They were living a life that can be followed by others. മറ്റുള്ളവർക്ക് മാതൃകാപരമായ ഒരു ജീവിതം അവരിൽ നിന്ന് പൗലോസിനെ കാണാൻ സാധിച്ചു. Not only the Thessalonian believers followed Christ, they were living a life that can be followed by others, proving their genuine salvation. It proved that they were truly saved. Repentance-ന്റെ മാനസാന്തരത്തിന്റെ ഫലമാണത്. മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു മാതൃകാപരമായ ജീവിതം. This church was a model church. നമുക്ക് അങ്ങനെ ഒരു ചർച്ച ആകണ്ടേ? ഒരു കൺവേർഷൻ നമ്മളിൽ നടന്നു. നമ്മളിപ്പോഴും പല കാര്യങ്ങളും എൻഡ്യൂർ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് കോപ്പി ചെയ്യാൻ ഒരാളേ ഉള്ളൂ, ഒരു മധ്യസ്ഥനേ ഉള്ളൂ, അത് കർത്താവാണ്. അത് കോപ്പി ചെയ്ത വഴി നാം മറ്റുള്ളവർക്കൊരു മാതൃകയായി മാറും. വി ഷുഡ് ബി എ മോഡൽ. നാം നമ്മിൽ തന്നെ തികഞ്ഞവരായി നിൽക്കുകയല്ല, മറ്റുള്ളവർക്കൊരു മാതൃകയായി നിൽപ്പാൻ എത്ര പേർ സമർപ്പിക്കും? The church was a model church to those who were older, more mature Christian to follow. ഇതൊരു യങ് ചർച്ചാണ് കേട്ടോ. മെസ്സഞ്ചർ അവിടെ നിന്ന് ഇല്ലായിരുന്നു. മെസ്സഞ്ചറിനെ അവിടെ നിന്ന് എന്ത് ചെയ്തു? ഓടിച്ചു വിട്ടു. മെസ്സേജ് കേട്ടതേ ഉള്ളൂ, പക്ഷെ രൂപാന്തരപ്പെടുത്തിയത് പരിശുദ്ധാത്മാവാണ്. അവർ നിന്നു, സഫറിങ്ങിന് നടുവിൽ നിന്നു. ജൂസ് യഹൂദന്മാർ അവരെ എതിർത്തു. ജെന്റൈൽ സ്വന്തം ജാതിക്കാർ അവരെ എതിർത്തു. ബഹുകഷ്ടം അവർ സഹിക്കേണ്ടി വന്നു. അതിന് നടുവിലും അവരുടെ രക്ഷ, അവരുടെ രൂപാന്തരം അത് സത്യമായിരുന്നു. They were truly repentant. They were truly saved. So they endured suffering. And also, not only the Thessalonian believers followed Christ, they were living a life that can be followed by others, proving their salvation was genuine. Amen. ഈ മത്തായി സുവിശേഷം 28-18-20 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ മഹാനിയോഗം എന്ന് പറയുന്ന ഒരു ഭാഗം, അവിടെ കർത്താവ് 2 കാര്യങ്ങളാണ് പറയുന്നത്. Go ye therefore and preach the gospel എന്ന് പറയുമ്പോൾ തന്നെ preach the gospel കഴിഞ്ഞ ആൾക്കാർ വരുമ്പോൾ അവരെ ഡിസൈപ്പിൾ ആക്കാനും പറയുന്നുണ്ട്, അല്ലേ? സോ 2 ആസ്പെക്ട്സ് ഉണ്ട് അതിനകത്ത്. എന്താണെന്നറിയാമോ? A believer becoming a disciple and a disciple becoming an evangelist. ഡിസൈപ്പിൾ ആയിട്ട് ഇവിടെ ഇരിക്കുകയല്ല. We should go out. We should go out. അത് ഈ തെസ്സലോനിയൻ വിശ്വാസികളിൽ കാണാം. എന്താണെന്നറിയാമോ? 8-ാം വാക്യം, നിങ്ങളുടെ അടുക്കൽ നിന്ന്. കണ്ടോ? അപ്പൊ ഇവരൊരു മോഡൽ ചർച്ചായിട്ട് സെൽഫ് സഫിഷ്യന്റ് ആയിട്ട് ഒരു മൂലയ്ക്ക് ഇരിക്കുകയല്ല. They are good disciples. And that's okay. And that's fine. That should be. അല്ലേ? അങ്ങനെ ആയിരിക്കണം. Good disciples ആയിരിക്കണം. But they didn't continue there as good disciples. They went out. They went out and preached the gospel. എന്താ അവിടെ പറയുന്നത്? For the word of the Lord has sounded forth from you. അവരിൽ നിന്ന് സുവിശേഷം മുഴങ്ങിച്ചെന്നെന്ന്. അപ്പൊ എങ്ങനെയാ മുഴങ്ങിച്ചെന്നേ?
സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നു അന്ന്? ഇല്ല. ഇറങ്ങിപ്പോയേ പറ്റൂ. സോ മോഡൽ ചർച്ചിന്റെ ആ ഒരു പ്രത്യേകത കണ്ടോ? അവർ നല്ല ഡിസൈപ്പിൾസ് ആണ്. അവർ സഫറിങ് എൻഡ്യൂർ ചെയ്തു. ബട്ട് ദേ വെന്റ് ഔട്ട്. അവർ വെളിയിൽ ചെല്ലുമ്പോൾ എന്തായിരിക്കും അവർ പ്രതീക്ഷിച്ച എല്ലാ അനുകൂലമായ സാഹചര്യമാണോ? ദേ നോ ഈ സുവിശേഷത്തിന് ഓപ്പോസിഷൻ ഉണ്ടെന്ന് അവർക്കറിയാം. ബട്ട് സ്റ്റിൽ അവർക്കറിയാം ഈ സുവിശേഷമാണ് എന്നെ രൂപാന്തരപ്പെടുത്തിയത്. ഈ സുവിശേഷമാണ് എനിക്ക് രൂപാന്തരം നൽകി തന്നത്. ഈ സുവിശേഷമാണ് എൻ്റെ കുടുംബത്തിന് രൂപാന്തരം ഒരുക്കിയത്. അങ്ങനെയാണെങ്കിൽ ഇത് ഞാൻ പറയേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഐ ആം എ ഡെറ്റർ. ഞാൻ എന്താണ്? കടക്കാരൻ. ആർക്ക് കടക്കാരൻ? യഹൂദന് കടക്കാരനാ, യവനന് കടക്കാരനാ, രക്ഷിക്കപ്പെടാത്ത എല്ലാവർക്കും ഐ ആം എ ഡെറ്റർ. ഐ ആം എ ഡെറ്റർ ടു എവരിവൺ around me. So Thessalonian church was a model church. They were good disciples. Not only they were good disciples, they went out and preached the gospel. Amen. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ there is two aspects in the Great Commission. A believer becoming a disciple becoming an evangelist. ഇനി അവസാനത്തെ കാര്യം യഥാർത്ഥ രൂപാന്തരം അവരിൽ വന്നതിൻ്റെ അവസാനത്തെ തെളിവ് 10-ാം വാക്യം വായിച്ചാട്ടെ. They turned. They turned from idols to true God. They turned from idols to true God. Turning from idols to true God requires a divine intervention. ആർക്കും സ്വയമേ അങ്ങനെ തിരിയാൻ കഴിയില്ല. അത് പ്രൂവ് ചെയ്യുന്നതെന്ന് അറിയാമോ? The gospel that they heard was true, accurate. അതാണ് ആ 10th വേഴ്സ് നിങ്ങളൊന്ന് വായിക്കുമ്പോൾ ഞാൻ ആ എഴുതിയിരിക്കുന്ന അത്രയും കാര്യം കാണാം. Jesus is the Son of God and He's going to come back. He died and raised from the dead. He will soon come back. He will rescue us from the wrath that is to come. ഗോസ്പലിന്റെ സന്ദേശത്തിനകത്തെ എലമെന്റ്സ് അത്. അവരത് കേട്ടു, അവരത് രൂപാന്തരം അവരുടെ ഉള്ളിൽ ഉളവായി. അവർ വിഗ്രഹങ്ങളെ വിട്ടു, സത്യദൈവത്തിലേക്ക് തിരിഞ്ഞു. എന്റെ പ്രിയമുള്ളവരെ, നാമും അത് തന്നെയല്ലേ നമ്മുടെ ജീവിതം സംഭവിച്ചത്. നാം കേട്ട വചനം അത് സത്യമായിരുന്നത് കൊണ്ട്, നാം കേട്ട സുവിശേഷം അത് സത്യമായിരുന്നത് കൊണ്ട് വിഗ്രഹങ്ങളെ വിട്ടു. We turned from the idols, the unworthy, to the eternal, to the true God. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? These are the result of true repentance. These are the fruit of true repentance. എന്താണ്? ഒന്ന്, their past conversion. രണ്ടാമത് എന്തുവാ? Their present enduring in the suffering. Their passionate following of Christ. അല്ലേ? അവർ കർത്താവിനെ അനുഗമിച്ചു, പൗലോസിനെ അനുകരിച്ചു. പിന്നെന്താ? നാലാമത്, അവർ തന്നെ ഒരു മോഡലായി മാറി. അടുത്തത്, they turned from the unworthy, the idols, to true God. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത്. കർത്താവിനെ സ്തുതിക്കാമോ? നാം കേട്ട സുവിശേഷം ഭാഗ്യവശാൽ അത് യഥാർത്ഥ സുവിശേഷമാണ്. We heard the true gospel and the gospel transformed our life from the unworthy to eternal life, from godless to godly, from earthly to the spiritual, from the natural to the spiritual. പ്രാകൃതമായതിൽ നിന്നും സ്വർഗീയമായതിലേക്ക് ഒരു രൂപാന്തരം വരുവാൻ, അസത്യമായതിൽ നിന്നും സത്യമായതിലേക്ക് ഒരു രൂപാന്തരം വരുവാൻ നാം കേട്ട സുവിശേഷത്തിന് നമ്മുടെ ഉള്ളിൽ വ്യാപരിച്ചു. കർത്താവിനെ ഒന്ന് സ്തുതിച്ചാൽ എല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ്. So when we praise God, we think about His goodness, we think about His grace, we think about the transformation that the power of God has in us. അങ്ങനെ നമുക്ക് ദൈവത്തെ സ്തുതിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്നുള്ള വാക്കുകളോടെ